നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കൊള്ളയിൽ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരര് അറസ്റ്റിൽ. അയ്യന്റെ പിതൃസ്ഥാനീയൻ അയ്യന്റെ സ്വർണം കട്ടതിന് അറസ്റ്റിൽ. വിശ്വാസത്തിന്റെ കാവൽക്കാരൻ തന്നെ വിശ്വാസത്തെ കൊള്ളയടിച്ചുവെന്ന ഗുരുതര ആരോപണം. ഇതൊരു കേസല്ല, ഭക്തരുടെ വിശ്വാസത്തിനേറ്റ വൻ പ്രഹരം. അധികാരവും സ്വാധീനവും ഇല്ലാതെ ക്ഷേത്ര സ്വർണം കൈമാറാൻ കഴിയില്ല. വിശ്വാസത്തിന്റെ പേരിൽ നടന്ന കൊള്ളയ്ക്ക് രാഷ്ട്രീയ സംരക്ഷണം ഉണ്ടായിരുന്നില്ലേ? അറസ്റ്റ് തന്ത്രിയിൽ നിൽക്കുമോ, അല്ലെങ്കിൽ അന്വേഷണം മന്ത്രിയിലേക്ക് നീളുമോ? അയ്യന്റെ മുന്നിൽ കണ്ണീരോടെ സമർപ്പിച്ച നേർച്ചാ സ്വർണം കള്ളക്കൈകളിൽ പോയെങ്കിൽ അത് വിശ്വാസത്തെ കൊള്ളയടിച്ചതാണ്. പിതൃസ്ഥാനീയനായ തന്ത്രിയും അധികാരമുള്ള മന്ത്രിയും. മന്ത്രിയെ രക്ഷിക്കാനോ തന്ത്രിയുടെ മാത്രം അറസ്റ്റ്? അയ്യന്റെ സ്വർണം കാത്തത് കള്ളന്മാരോ, അയ്യന്റെ വിശ്വാസം കവർന്നത് കാവൽക്കാരോ? താഴമൺ തന്ത്രി കുടുംബത്തിൽ നിന്ന് കടകംപള്ളിയിലേക്ക് ദൂരം കൂടുന്നോ കുറയുന്നോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആദ്യ നിർണായകമായ നീക്കമാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത്. നേരത്തെ ചോദ്യം ചെയ്തിരുന്നതാണ് കണ്ഠരര് രാജീവരരെ. ഇന്ന് ശബരിമല തന്ത്രി അറസ്റ്റിലാവുകയും ചെയ്തു. 2019 നടന്ന സ്വർണ്ണക്കൊള്ളയിൽ ശബരിമല തന്ത്രിക്ക് പങ്കുണ്ട് എന്നുള്ള നിർണായകമായ കണ്ടെത്തലാണ് SIT നടത്തിയിരിക്കുന്നത്. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് നയിച്ചത് എന്നറിയാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കണം. അല്പസമയത്തിനകം തന്ത്രിയെ കോടതിയിൽ ഹാജരാക്കും. എന്തായാലും ഇത് വിശ്വാസികൾക്കേറ്റ കനത്ത പ്രഹരം തന്നെയാണ്. തന്ത്രി തന്നെ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് പുറത്തു വരാൻ ബാക്കിയുള്ളത് എന്നുള്ള ചോദ്യം ഉയരുകയാണ്. നേരത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതാണ്. തന്ത്രി അറിഞ്ഞിട്ടാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നതെങ്കിൽ അതിൽ മന്ത്രിക്കും പങ്കുണ്ടാവില്ലേ എന്നുള്ള ചോദ്യവും ഉയരുന്നു. പ്രതിപക്ഷം ഈ ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞു. മറ്റൊന്നുകൂടിയുണ്ട്, തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് മന്ത്രിയെ രക്ഷിക്കുവാനുള്ള നീക്കം നടക്കുന്നു എന്നുള്ള ചോദ്യവും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഇതും വിശ്വാസികൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. ഇന്ന് ശ്രീ ഉല്ലാസ് ബാബു, ശ്രീ MS വേണുഗോപാൽ, ശ്രീ സേനാപതി വേണു, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ VR രാജശേഖരൻ, അഡ്വക്കേറ്റ് BN ഹസ്കർ എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ആദ്യം ശ്രീ രാഹുൽ ഈശ്വർ ചേരുന്നു. താഴമൺ തന്ത്രി കുടുംബാംഗം കൂടിയാണ് രാഹുൽ ഈശ്വർ. ശ്രീ രാഹുൽ ഈശ്വർ, ശബരിമല തന്ത്രി തന്നെ സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലാവുകയാണ്. അത് ഭക്തരുടെ വിശ്വാസത്തിനേറ്റ കനത്ത പ്രഹരം എന്ന് തന്നെ പറയേണ്ടി വരും. പിതൃസ്ഥാനീയൻ തന്നെ അയ്യന്റെ സ്വർണം കട്ടതിൽ അറസ്റ്റിൽ. ശ്രീ മഞ്ജുഷ്, രണ്ട് കാര്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ 9 വിധിന്യായങ്ങളുണ്ട്, ഇടക്കാല വിധിന്യായങ്ങൾ. അതിൽ ഒന്നിലെങ്കിലും തന്ത്രിയെക്കുറിച്ച് ഏതെങ്കിലും നെഗറ്റീവ് പരാമർശമെങ്കിലും ഉണ്ടോ? രണ്ട്, തന്ത്രിക്ക് ഏതെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ഉത്തരവാദിത്വം ഉണ്ടോ? ആചാര കാര്യങ്ങളിൽ മാത്രമല്ലേ ഉത്തരവാദിത്വം? അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ, ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് വീഴ്ചയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ഉത്തരവാദിയല്ലാത്ത തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് പിന്നിൽ വേറെ എന്തെങ്കിലും താല്പര്യമുണ്ടെന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയുമോ? പിന്നെ ശ്രീ മഞ്ജുഷ് ഒരു വളരെ പ്രമുഖ മാധ്യമപ്രവർത്തകനാണ്. എൻ്റെ ഒരു സംശയം സാധാരണ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ചോദിച്ചോട്ടെ. എന്തിനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്? തന്ത്രി എന്ത് തെറ്റാ ചെയ്തതെന്ന് അങ്ങ് മനസ്സിലാക്കുന്നത്? ഒരു കാര്യമുണ്ട്, തന്ത്രിയെ അറസ്റ്റ് ചെയ്യുവാനുള്ള സ്പെസിഫിക് ആയുള്ള കാരണം റിമാൻഡ് റിപ്പോർട്ട് വന്നാലേ അറിയാൻ കഴിയൂ. പക്ഷേ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലേ പോകാൻ കഴിയൂ. അതാണ് പോലീസ് ചെയ്യുന്നത്. അതിൽ നേരത്തെ വിധിയിൽ പറയാത്തവയും ഉണ്ടാവും. താങ്കൾ ഇപ്പോഴും ഹൈക്കോടതിയുടെ പഴയ ഉത്തരവുകളിൽ തന്ത്രിയുടെ പേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിഫൻസ് എടുക്കുകയാണ്. അത് ശരിയല്ല. പുതിയ അന്വേഷണങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് വന്നത്. നമുക്ക് ഇവരെ എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതായത് ലഭ്യമായ മാധ്യമ വാർത്തകളിൽ നിന്ന് രണ്ട് കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുമ്പേ അറിയാമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാവുന്നവരെല്ലാം അറസ്റ്റ് ചെയ്താൽ ഈ നാട്ടിൽ എത്ര പേരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാന്നുള്ളൊരു തെറ്റാണോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഒന്ന് ഫോട്ടോ എടുത്തോ തെറ്റാണോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശക്തനാക്കിയത് ശബരിമല തന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞാണ് ചില ആൾക്കാർ വാർത്ത കൊടുക്കുന്നത്. ഡീറ്റെയിൽ റിമാൻഡ് റിപ്പോർട്ട് വന്നാലേ അറിയാൻ പറ്റൂ. പക്ഷെ തന്ത്രിയുടെ ഭാഗത്ത് ചെയ്ത തെറ്റെന്താ? യഥാർത്ഥത്തിൽ ഭരണപരമായൊരു വീഴ്ചയല്ലേ, നയപരമായൊരു കൊള്ളയല്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് പരാജയമല്ലേ? അതിന് ആചാര കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന തന്ത്രിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് നമ്മൾ കുറച്ചുകൂടി അവധാനം. അത് സ്വർണ്ണക്കൊള്ളയെ ഇത്രയും നിസ്സാരമായി താങ്കൾ കാണരുത്. താങ്കൾ പറയുന്ന പോലെയാണെങ്കിൽ ഒപ്പിട്ടവർ മാത്രം അറസ്റ്റിലായാൽ മതി. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇനി ചിലപ്പോൾ ഒപ്പിട്ടവരിൽ ചിലർ നിരപരാധികൾ പോലും ആകാം. അതിനുമപ്പുറം വാക്കാൽ നിർദ്ദേശം, നിർബന്ധിക്കൽ, ഇതൊക്കെയുണ്ട്.
തന്ത്രിയുടെ സ്വാധീനവും അധികാരവും അത്രത്തോളം ഉണ്ട് ശ്രീ രാഹുൽ ഈശ്വർ. ഒരിക്കലുമല്ല. ഇതിന് 3 തലമുണ്ട്. മൂന്നാമത്തെ തലമാണ് ശ്രീ രമേശ് ചെന്നിത്തലയൊക്കെ സൂചിപ്പിച്ച 500 കോടിയോ 1000 കോടിക്കോ വിൽപ്പന നടന്നിട്ടുണ്ടോ അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ തലമാണ് ഇത് ഒപ്പിട്ടവരുടെ ഉത്തരവാദിത്തം. മൂന്നാമത്തെ തലമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ. ഇതിൽ തന്ത്രി മൂന്നാമതല്ലേ വരുള്ളൂ. തന്ത്രിക്ക് ദേവസ്വം ബോർഡ് ഇത് മാറ്റണം, സ്വർണം പൂശിയ അല്ലെങ്കിൽ സ്വർണം പതിച്ച ചെമ്പുപാളികൾ മാറ്റണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുക്കുന്നു, തന്ത്രി അനുമതി കൊടുക്കുന്നു. തന്ത്രി ഇതിൽ എന്താ തെറ്റ് ചെയ്തത്? അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പരിചയമുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം പറഞ്ഞല്ലേ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ല, തെറ്റിദ്ധരിപ്പിക്കലാണ്. രാഹുൽ തന്ത്രി എന്ത് തെറ്റ് ചെയ്തു എന്നാണെങ്കിൽ അനുമതി കൊടുത്തു എന്നേ ഉള്ളൂ എന്ന് താങ്കൾ പറയുമ്പോൾ അതാണ് തെറ്റ്. സ്വർണം പൊതിഞ്ഞതാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു, അത് അദ്ദേഹം സമ്മതിച്ചിട്ടുള്ളതുമാണ്. 98, 99 കാലഘട്ടത്തിൽ സ്വർണം പൊതിഞ്ഞതാണെന്ന് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിന്നെ സ്വർണം പൂശാൻ കൊടുത്തു വിട്ടതും ശ്രീ രാഹുൽ. പക്ഷെ തന്ത്രി സ്വർണ്ണപ്പണിക്കാരനല്ലല്ലോ. കണ്ഠരര് രാജീവർക്കോ കണ്ഠരര് മോഹനർക്കോ അല്ലെങ്കിൽ മഹാനായ എന്റെ മുത്തശ്ശൻ കണ്ഠരര് മഹേശ്വർക്കോ സ്വർണം പതിച്ചതും പൂശിയതും നമുക്ക് വ്യത്യാസം അറിയോ? ശ്രീ മഞ്ജുഷിനും അറിയില്ല, രാഹുൽ ഈശ്വറിനും അറിയില്ല. ശരിയല്ലേ? സ്വർണം പതിച്ചതും സ്വർണം വ്യത്യാസം നമുക്കറിയാമോ? അതല്ല ഞാൻ പറഞ്ഞത്. 98, 99 കാലത്ത് സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വർണം പൊതിഞ്ഞവയാണെന്ന് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. അവിടെ സ്വർണ്ണപ്പണിക്കാരനാകേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഇത് കൊടുത്തുവിട്ടതിന് ന്യായീകരണമായിട്ട് പറയുന്നത് തകർത്തുപോയി എന്നാണ്. എല്ലാ ദിവസവും അവിടെ പോയി ഒപ്പിയെടുക്കുന്നതല്ലേ? നിങ്ങളുടെ ക്യാമറ കണ്ണുകൾക്ക് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ? ഹൈക്കോടതി അവിടെ ഉണ്ടായിരുന്നല്ലോ, ഹൈക്കോടതിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ? എന്ത് ബേസ് എന്താ? തന്ത്രി ഏത് വകുപ്പിലാണ് തന്ത്രിയെ അകത്തിട്ടിരിക്കുന്നതെന്നൊന്ന് അറിയണ്ടേ? തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ എന്താണെന്നറിയാമോ? അഴിമതി നിരോധന വകുപ്പ് പ്രകാരമാണ് തന്ത്രിയെ കുടുക്കിയതെന്നാണ്. എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് തന്ത്രി ശമ്പളം മേടിക്കുന്നു. ശരിക്കും ശമ്പളമല്ല, ദക്ഷിണ പോലുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തന്ത്രി എങ്ങനെയാണ്? ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരനാണോ? സർക്കാരിന്റെ ജീവനക്കാരനാണോ തന്ത്രി? അഴിമതി നിരോധന വകുപ്പ് പ്രകാരം എന്നാണ് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. അറിയില്ല, കൂടുതൽ ഡീറ്റെയിൽസ് വരട്ടെ. അപ്പം തന്ത്രിയെ ഏത് വകുപ്പിലാണ് ചേർക്കുന്നത്? അല്ല, അന്വേഷണ സംഘത്തിന് പല തെളിവും കിട്ടിയിട്ടുണ്ടാവും രാഹുൽ. ഒരുമിച്ച് സഞ്ചരിച്ച കാര്യങ്ങൾ പോറ്റിയുമായിട്ടുണ്ടാവും, ഫോൺ കോളുകൾ ഉണ്ടാകും. പോറ്റിയെ എങ്ങനെ തന്ത്രി ശബരിമലയിൽ കൊണ്ടുവന്നു, പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നതിൽ തന്ത്രിയുടെ തന്ത്രിയുടെ നിർബന്ധിക്കലുണ്ടോ, സ്വാധീനമുണ്ടോ, തന്ത്രിയുടെ നിർദ്ദേശമുണ്ടോ, ഇതൊക്കെ വരാം. ബന്ധം ആയിക്കോട്ടെ. ഇവർക്ക് ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ കൊള്ളയിൽ അദ്ദേഹം പങ്കുണ്ടെന്നാണോ? ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി പിണറായി വിജയൻ സഖാവിന്റെ കൂടെ, വാസവൻ സഖാവിന്റെ കൂടെ, സോണിയാഗാന്ധിയുടെ കൂടെ, മറ്റു പല നേതാക്കളുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് അവരെല്ലാം അറസ്റ്റ് ചെയ്യാൻ പറ്റൂ? ഇവിടെയാണ് നമ്മൾ ചോദിക്കേണ്ട ഒറ്റ ചോദ്യമേ ഉള്ളൂ. താങ്കൾ തന്ത്രിയെ കുറ്റം പറയുന്നവരോട് ഒറ്റ ചോദ്യം ചോദിക്കുക, ഏത് വകുപ്പിലാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? തന്ത്രി ചെയ്ത കുറ്റം എന്താണെന്നാണ് അവര് മനസ്സിലാക്കുന്നത്. അപ്പോ ഇനിയും ശ്രീ മഞ്ജുഷ് ചോദ്യം എന്താ അറിയാമോ? തന്ത്രിയെ കുടുക്കി വേറെ ആരെങ്കിലും രക്ഷിക്കാൻ നോക്കുവാണോ? യഥാർത്ഥ ശബരിമല തന്ത്രിയെ കുടുക്കി വേറെ ആരെങ്കിലും അത് വാലിഡ് പോയിന്റ് ആണ്. തന്ത്രിയെ കുടുക്കി എന്നത് ശരിയായ പോയിന്റ് ആണ്. മറ്റേ ആരെങ്കിലും രക്ഷിക്കാൻ പോവുകയാണോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ തന്ത്രിക്ക് മാത്രമല്ല മന്ത്രിക്കും പങ്കുണ്ടെന്നാണ്. അതിനുള്ള ആർജ്ജവുമുണ്ടോ താങ്കൾ? താങ്കൾ എണ്ണി പറയുന്നുണ്ടല്ലോ, 1, 2, 3 സ്ഥാനത്താണ് തന്ത്രി. അടക്കമുള്ളവരെ ഇപ്പൊ അറസ്റ്റ് ചെയ്യരുതെന്ന് പറയുന്നത് മനുഷ്യത്വം ഉള്ളത് കൊണ്ടാണ്, ഈശ്വരവിശ്വാസി ആയതുകൊണ്ടാണ്. ഈ 83 വയസ്സ് വന്ന് സ്ട്രോക്ക് വന്ന് കിടക്കുന്ന മനുഷ്യനെ നമ്മൾ ദ്രോഹിക്കരുത്. നാളെ ട്രയലിന്റെ സമയത്ത് ഇദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് കോടതി കണ്ടെത്തിയാൽ ശിക്ഷിച്ചോട്ടെ. പക്ഷേ ഈ ഘട്ടത്തിൽ, അതായത് ജാമ്യം പോലും നിഷേധിച്ച് പലരും 40-50 ദിവസവും ജയിലിൽ കിടക്കുന്ന ഘട്ടത്തിൽ ഒരു 83-84 വയസ്സായ മനുഷ്യനെ ദ്രോഹിക്കരുതെന്ന് പറയുന്നത് അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായി പോലും അറിയില്ല. അദ്ദേഹത്തിന് എന്താ പറയുക, നമ്മുടെ മനുഷ്യത്വമാണ്. അതായത് ഈ ഘട്ടത്തിലല്ല, ഇനി വിചാരണ വരട്ടെ, ഇവരാരെങ്കിലും തെറ്റുകാരാണോ എന്ന് തെളിവ് സഹിതം തെളിയിക്കട്ടെ. ഇനി 2, താങ്കളുടെ മാധ്യമത്തിലടക്കം വന്ന കാര്യമാണ്, അതിവിദഗ്ധമായി തന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് അറസ്റ്റ് ചെയ്തതെന്ന്. അതായത് തന്ത്രി മുൻകൂർ ജാമ്യത്തിന് മൂവ് ചെയ്യാതിരിക്കാൻ SIT സ്ഥിരം തന്ത്രിയെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പം തന്ത്രിയുടെ അറസ്റ്റ് ഒരു മീഡിയ ഡ്രാമയാണ് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എന്റെ ബന്ധുവാണ്, ഞാനും അദ്ദേഹവും തമ്മിൽ 100 കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ശബരിമല യുവതി പ്രവേശന കാലത്ത് ഞങ്ങൾ പരസ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും എതിർ നിലപാടുകൾ എടുത്തവരാണ്. അദ്ദേഹത്തിന്റെ സമീപനം എനിക്കും എന്റെ സമീപനം അദ്ദേഹത്തിനും ഇഷ്ടമില്ലാത്ത ആളാണ്. പക്ഷേ ഒരു നിരപരാധി ആണെങ്കിൽ അദ്ദേഹത്തെ കൊടുക്കുന്ന ശരിയാണോ? അതുകൊണ്ട് കോടതിയുടെ സമീപനം വരട്ടെ. ഇനി കോടതി അദ്ദേഹത്തിനെതിരെ സമീപനം എടുത്താൽ, പരാമർശങ്ങൾ വന്നാൽ നമ്മളെല്ലാം കോടതിയോടൊപ്പം നിൽക്കും. കാര്യം ആത്യന്തികമായി നമുക്കെല്ലാം അയ്യപ്പനാണ് പ്രധാനം, തന്ത്രിയല്ല. പക്ഷെ കോടതി വരുന്നത് വരെ നമ്മൾ ചില മാന്യതയും മര്യാദയും ഈ വിഷയത്തിൽ കാണിക്കണം. കണ്ഠരര് രാജീവർക്കെതിരെ ഇപ്പം പറയുന്ന കാര്യങ്ങളൊന്നും ശക്തമല്ല. അല്ല, ഈ മാന്യതയും മര്യാദയും അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ താങ്കൾ ഇപ്പോഴും ഈ പ്രതിരോധം തീർക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഭരണപരമായി പങ്കില്ല എന്നാണ്. അങ്ങനെ പറയാനേ പറ്റില്ല. ഭരണപരമായ പങ്കുള്ളവർ മാത്രമല്ല ഉൾപ്പെട്ടിട്ടുള്ളത്. ഒന്ന് സെക്യുലർ അഡ്മിനിസ്ട്രേഷൻ, 2 റിലീജിയസ് ആൻഡ് റിച്വലിസ്റ്റിക് ആക്ഷൻസ്, അല്ലെങ്കിൽ മതപരവും ആത്മീയവും ആചാരപരമായ കാര്യങ്ങൾ. തന്ത്രിക്ക് പൂജ, യുവതി പ്രവേശനം, വിശ്വാസം, ആചാരം, മന്ത്രം, തന്ത്രം തുടങ്ങിയ കാര്യങ്ങളിലെ തന്ത്രിക്ക് അധികാരമുള്ളൂ. നേരെ തിരിച്ച് ഉദാഹരണം പറയാം. ശബരിമലയിൽ ഏത് പൂജ നടത്തണമെന്ന് തന്ത്രിക്ക് തീരുമാനിക്കാം.
പക്ഷെ ആ പൂജയ്ക്ക് പൂ എവിടെ നിന്ന് മേടിക്കണമെന്ന് തന്ത്രിക്ക് പറയാൻ പറ്റില്ല. ആ പൂജയ്ക്ക് പൂ എവിടെ നിന്ന് മേടിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ്. തന്ത്രിക്ക് ഏത് പൂ വേണമെന്ന് പറയാം, പക്ഷെ പൂ ഏത് ആൾക്കാരിൽ നിന്ന് മേടിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഇതാണ് ആചാരപരവും അഡ്മിനിസ്ട്രേറ്റീവായ കാര്യത്തിന് വ്യത്യാസം. അപ്പൊ തന്ത്രിയോട് അനുമതി ചോദിച്ചു, തന്ത്രി കൊടുത്തു, അതുകൊണ്ട് തന്ത്രി എങ്ങനെ കുറ്റക്കാരനാകും? അപ്പൊ യഥാർത്ഥത്തിൽ തന്ത്രിയെ കൊണ്ടുവന്ന് ബാക്കി ആരെങ്കിലും രക്ഷിക്കാനാണോ, ശ്രദ്ധ തെറ്റിക്കാനാണോ, അന്വേഷണം ഇവരിലേക്ക് മാത്രം ഒതുക്കി തീർക്കാനാണോ ശ്രമിക്കുന്നതെന്ന് വിശ്വാസികൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? താങ്കൾ പറയുന്ന പോലെയാണെങ്കിൽ അന്വേഷണം ഒരിടത്തും എത്തില്ല. പൂ പോലെയല്ല സ്വർണം എന്നുള്ള കാര്യം കൂടി താങ്കൾക്ക് അറിയാമല്ലോ. തന്ത്രിക്ക് പങ്കുണ്ടെങ്കിൽ മന്ത്രിക്കും പങ്കുണ്ട് എന്ന് പറയാൻ താങ്കൾക്ക് ആർജവുമില്ല. കാര്യം പ്രാസമുള്ള കാര്യങ്ങളെല്ലാം സത്യമാവണില്ല എന്നുള്ളതുകൊണ്ട് ഓൾ ദോസ് ദാറ്റ് റൈം നീഡ് നോട്ട് ബി ട്രൂ എന്ന് പറയാറുണ്ട്. അതായത് പ്രാസം ഒപ്പിച്ച് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് സത്യമാകണമെന്നില്ല. തന്ത്രിയും മന്ത്രിയും എന്ന് പ്രാസം ഒപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം, പഞ്ച് ഡയലോഗ് അടിച്ചുകൊണ്ട് ഒരു കാര്യം സത്യമാവണമെന്നില്ല. അങ്ങേക്കറിയാലോ, CPM ഗവൺമെന്റ് കള്ളക്കേസിൽ കുടുക്കി 16 ദിവസം ജയിലിലിട്ടൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് വേണമെങ്കിൽ ഇറങ്ങി വന്ന് കടകംപള്ളി സുരേന്ദ്രനും പിണറായി വിജയനുമാണ് ഇതിന്റെ പിന്നിലെന്ന് പറയാം. ഞാൻ പക്ഷേ പറയില്ല. കാര്യം ഞാനൊരു അയ്യപ്പ വിശ്വാസി കൊണ്ടാണ് പറയാത്തത്. കാര്യം കോടതിയുടെ പരാമർശങ്ങളിൽ കടകംപള്ളിക്കെതിരെ യാതൊരു പരാമർശവുമില്ല, മുഖ്യമന്ത്രിക്കെതിരെ പരാമർശമില്ല. അപ്പൊ കോടതി പറയാത്ത കാര്യം ഞാൻ എങ്ങനെയാ പറയുക? എനിക്ക് എന്തെങ്കിലും പോലീസ് സംവിധാനമോ SIT ഉണ്ടോ? കോടതിയുടെ വിവരത്തിൽ നിന്നല്ലേ നമ്മൾ എടുക്കുന്നത്. താങ്കൾ ഇപ്പോഴും കോടതിയുടെ ഈ ഒക്ടോബർ, നവംബർ, അതിനു മുമ്പ് സെപ്റ്റംബർ മാസങ്ങളിലെ ഉത്തരവുകളിൽ നിൽക്കുകയാണ്. അതിനും അപ്പുറം അന്വേഷണം പോയി. അത് താങ്കൾ സമ്മതിക്കുന്നില്ല. കാരണം താങ്കൾക്ക് പ്രതിരോധം തീർക്കണം, തന്ത്രിക്ക് വേണ്ടിയെങ്കിൽ താങ്കൾ ആ ഒരു വാദം ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. അത്രേ ഉള്ളൂ. ആ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തെ കുറിച്ച് കോടതിയുടെ പരാമർശങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ഉദാഹരണം ശ്രീ മഞ്ജുഷ് നോക്കൂ, നാളെ തന്ത്രിക്കെതിരെ കോടതിയുടെ ഭാഗത്തുനിന്ന് പരാമർശം ഉണ്ടായി. ഞാനടക്കം ആരും തന്ത്രിയുടെ ഭാഗത്തുനിന്ന് ന്യായീകരിക്കില്ല. കാര്യം എന്തുകൊണ്ടാ? നമുക്ക് ആർക്കും തന്ത്രിയല്ല, അയ്യപ്പനാണ് വലുത്. പക്ഷേ യഥാർത്ഥത്തിൽ അയ്യപ്പന്റെ സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ തന്ത്രിയെ കരുവാക്കുകയാണോ എന്നൊരു സംശയം തോന്നണ്ടേ? അതായത് അദ്വൈതം സിനിമ, ഇത് പലരും പറയുന്ന ഒരു എക്സാമ്പിൾ ഇതാണ്. അദ്വൈതം സിനിമയിൽ തന്ത്രിയാണ് യഥാർത്ഥത്തിൽ കൊടുക്കുന്നത്. ആ തന്ത്രിയെ കൊടുക്കുന്നതിന്റെ പിന്നിൽ ബാക്കി പല ആൾക്കാരും ഉണ്ട്. അങ്ങനെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്നുകൂടെ നിങ്ങൾ മീഡിയക്കാർ ചോദിക്കണ്ടേ? ഒരു ചോദ്യം ചോദിക്കണ്ടേ, എന്താണ് തന്ത്രിയുടെ കുറ്റം? ശരി, ശ്രീ രാഹുൽ ഈശ്വർ, എന്തായാലും റിമാൻഡ് റിപ്പോർട്ടിൽ അതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതുണ്ടാവുകയും ചെയ്യും. നന്ദി ശ്രീ രാഹുൽ ഈശ്വർ. അദ്ദേഹം താഴമൺ തന്ത്രി കുടുംബാംഗമാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് തന്ത്രിയെ ന്യായീകരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രീ MS വേണുഗോപാൽ, താങ്കൾ എങ്ങനെ കാണുന്നു തന്ത്രിയുടെ ഈ അറസ്റ്റിനെ? തീർച്ചയായിട്ടും ഇത് ശബരിമലയിൽ സാക്ഷാൽ അയ്യപ്പൻ കഴിഞ്ഞാൽ ഭക്തർ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് തന്ത്രി എന്ന് പറയുന്നത്. ആ തന്ത്രിയെ ഇന്ന് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ എന്തൊക്കെ വിശ്വാസങ്ങളുണ്ടോ, ആചാരങ്ങളുണ്ടോ, അതെല്ലാം തകർന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ട ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഈ ശ്വാസം നിലച്ചാൽ ആ ശ്വസിക്കുന്നവൻ മാത്രമേ നശിക്കൂ എന്ന് പറയും. പക്ഷേ വിശ്വാസം നിലച്ചാൽ കോടാനുകോടി വരുന്ന വിശ്വാസികൾ മൊത്തം തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണെന്ന് എത്തിയിരിക്കുന്നത്. ഇത് കണ്ടു നിൽക്കാൻ ഒരു ഭക്തനും കഴിയില്ല എന്നൊരവസ്ഥയിലേക്കും കൂടിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എന്ന് പറയേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞത് ഭരണപരമായി അവിടെ ഒരു കാര്യവും തന്ത്രി നിർവഹിക്കുന്നില്ല. അതായത് അഡ്മിനിസ്ട്രേഷനിൽ തന്ത്രിക്ക് പങ്കില്ല എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. അത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അവരാണ് കുറ്റക്കാർ എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അവർ മാത്രമായിരിക്കുമോ? ഇതാണ് നമ്മൾ ധർമ്മം പാലിക്കാതെ വരുമ്പോൾ പറയുന്ന വാചകം എന്ന് പറയുന്നത്. നമ്മുടെ മന്ത്രി ഇത് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് ആഘോഷം നടത്തുന്നതും മറ്റു കാര്യങ്ങളും അല്ലാതെ അവിടുത്തെ ദൈനംദിന അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും എനിക്കൊരു പങ്കില്ല, അവിടുന്ന് എന്തെങ്കിലും മോട്ടിച്ചുകൊണ്ട് പോയാലും എനിക്ക് പങ്കില്ല എന്ന് പറയുന്നതിന് തുല്യമാണത്. അതേപോലെ തന്നെയാണ് തന്ത്രി ഇപ്പോൾ പറയുകയാണ്, അയ്യപ്പൻ്റെ പിന്നെ എല്ലാ കാര്യങ്ങളും സംരക്ഷിച്ച് ആ സന്നിധാനത്ത് ഏത് സമയവും കടന്നു ചെല്ലാനും നിലകൊള്ളാനും അടയ്ക്കാനും തുറക്കാനും ഒക്കെ അവകാശമുള്ള ആ തന്ത്രി തന്നെ അവിടുന്ന് വിഗ്രഹങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ ദ്വാരപാലകരെ അടിച്ചുകൊണ്ട് പോകുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഞാനിതിവിടെ അഴിച്ചു വെക്കാനേ പറഞ്ഞുള്ളൂ, ഇവിടുന്ന് താഴെ കൊണ്ടുപോകാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ തീരില്ല. അവിടെ താഴെ കൊണ്ട് വെക്കാൻ പറഞ്ഞത് താഴേന്ന് പിന്നെയും താഴേക്ക് കൊണ്ടുപോകുമ്പോൾ 18-ാം പടി ഇറങ്ങി താഴേക്ക് പോകുമ്പോൾ അവിടെ നിലവിളിക്കാനെങ്കിലും തന്ത്രിക്ക് കഴിയണ്ടേ? സ്വാമിയെ ശരണമയ്യപ്പ, ഇത് അനീതിയാണെന്നെങ്കിലും പറയാൻ തന്ത്രിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ തെറ്റുകൾ ഇന്ന് ആവർത്തിക്കുമായിരുന്നോ? അപ്പം തന്ത്രി നിസ്സാരമായ ഒരു തെറ്റല്ല ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് തന്ത്രിയിൽ മാത്രം ഒതുക്കുന്നതിൽ തീർച്ചയായിട്ടും അപാകതയുണ്ട്. തന്ത്രിക്ക് മുമ്പേ ചോദ്യം ചെയ്യപ്പെട്ട മന്ത്രി എന്തുകൊണ്ട് ഒഴിവാക്കിയെന്നാണ് ഇന്ന് കേരളം ചോദിക്കുന്നത്. കാരണം മന്ത്രിയോട് 100 ചോദ്യങ്ങൾ ചോദിച്ചു. ആ 100 ചോദ്യങ്ങൾക്കും അദ്ദേഹം കൃത്യമായ ഉത്തരം പറഞ്ഞു എന്നാണ് SIT പറയുന്നതെങ്കിൽ അദ്ദേഹം
യാതൊരു വിധത്തിലും തെറ്റുകാരനല്ല എന്ന് ബോധ്യപ്പെടുത്തിയാണ് ചെയ്യുന്നതെങ്കിൽ തെറ്റില്ല. പക്ഷേ അങ്ങനെയാണോ എന്ന് SIT പറഞ്ഞിട്ടില്ല. ആ ഒരു കാര്യവും കോടതിയുടെ മുമ്പാകെ SIT വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ചോദ്യം പോലും ചെയ്യാത്ത തന്ത്രിയെ ഇപ്പോൾ പൊക്കിക്കൊണ്ട് പോയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യവും കൂടെ അവിടെ വരുന്നുണ്ട്. ശരി, ശ്രീ BN ഹസ്കർ, തന്ത്രി ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളിയാണെങ്കിൽ മന്ത്രിയും പങ്കാളിയാണ്. ഈ രീതിയിൽ കാര്യങ്ങൾ പോകുമല്ലോ. കാരണം തന്ത്രിക്കും ഈ പറയുന്ന പോലെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഭരണപരമായ പങ്കാളിത്തം ഇല്ല, മന്ത്രിക്കും അങ്ങനെ തന്നെയാണല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് പ്രത്യേക എൻറ്റിറ്റിയാണ്, അതിൽ സർക്കാർ ഇടപെടുന്നില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ അവകാശവാദം. തുടക്കം മുതൽ ഈ സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങൾ വന്ന് തുടക്കം മുതൽ അങ്ങനെയാണ് അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് മന്ത്രിക്ക് പങ്കേയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്നത്. പക്ഷേ തന്ത്രിയെയും ആ രീതിയിൽ മാറ്റി നിർത്താൻ വേണമെങ്കിൽ, അത്രയേ ഉള്ളൂ. പക്ഷേ തന്ത്രിയാണ് അവസാന വാക്ക് എന്ന കാര്യത്തിൽ സംശയവുമില്ല. പക്ഷേ ഇതിലെ വാക്കാലുള്ള നിർദ്ദേശമായിരിക്കും എന്ന് മാത്രം, ഒരിടത്തും ഒപ്പിടുന്നില്ല. അനുമതി കൊടുക്കുന്നുണ്ട്, അത് പേപ്പറിൽ തന്നെയുള്ള അനുമതിയാണ്. പക്ഷേ അത് ബാക്കി കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ഇതായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ തന്ത്രി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന് പോറ്റിയുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് SIT അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മന്ത്രിക്കും പങ്കുണ്ടാവും. മഞ്ജുഷ സഖാവ് പത്മകുമാറിന്റെ വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ദൈവതുല്യൻ എന്ന് മാത്രമാണ്, അതിലൊരു തുല്യർ എന്നുപയോഗിച്ചിരുന്നില്ല. അപ്പൊ ദൈവതുല്യൻ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അന്നു മുതൽ ഞാൻ ചർച്ചകളിൽ ശബരിമല വിഷയം വരുമ്പോൾ തന്ത്രി കുറ്റസ്ഥാനത്ത് വരുന്നു എന്ന സംശയം പ്രകടിപ്പിച്ചിരുന്ന ആളാണ്. SIT ഇപ്പോ ആ അന്വേഷണത്തിന്റെ ഭാഗമായി തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടൽ ഉളവാക്കുന്ന ഒരു തീരുമാനമായിരുന്നില്ല. ഞാനത് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പൊ സ്വാഭാവികമായും അത്തരം ഒരു അറസ്റ്റ് നടന്ന സാഹചര്യത്തിൽ ഇനി അടുത്തത് മന്ത്രി, അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി, പിന്നീട് ഗവർണർ എന്ന നിലയിലേക്ക് ഞങ്ങൾ പറഞ്ഞു ഈ ആ അർത്ഥത്തിലേക്ക് ഇതിനെ വലിച്ചിഴക്കരുത് എന്നുള്ളതാണ് അന്വേഷണ സംഘം. അങ്ങനെ വലിച്ചിഴക്കേണ്ട എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ? അത് പൊതുസമൂഹത്തിനൊരു സംശയം തന്നെയാണ്. കാരണം 2019 കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ ദേവസ്വം മന്ത്രിക്ക് എന്തുകൊണ്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഒരു മടിയും ഉണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യമാണ്. കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്നത് നിസ്സാരക്കാരനായിരുന്നില്ല. അദ്ദേഹം ഒരു കാര്യത്തിലും ഇടപെടില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയുമില്ല. അങ്ങനെയല്ല മഞ്ജുഷ്, ഇതിപ്പോ മന്ത്രി, നമുക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി തന്നെ ഈ കാര്യങ്ങൾ പരിശോധിക്കും. മന്ത്രി ഒരു ദേവസ്വം ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു എന്നത് അർത്ഥത്തിലുള്ള ഒരു സൂചനകൾ നൽകേണ്ട സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഒരു തരത്തിലും മന്ത്രിക്ക് ഇടപെടാൻ കഴിയില്ല എന്നുള്ളതാണ്. മന്ത്രി ഇനിയിപ്പോ ഈ ഘട്ടത്തിൽ മന്ത്രി ഏതെങ്കിലും തരത്തിൽ മന്ത്രിക്ക് ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന് SITക്ക് തോന്നുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിനൊന്നും ഒരു തടസ്സവും വേണ്ടെന്നേ. അത് അത്തരത്തിൽ സുഗമമായ രീതിയിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അന്വേഷണ സംഘത്തിന്റെ പ്രവൃത്തികൾ അത്തരത്തിൽ തന്നെയാണ്. വേണു, താങ്കൾ ഇന്നത്തെ തന്ത്രിയുടെ അറസ്റ്റിനെ എങ്ങനെയാണ് കാണുന്നത്? അതുപോലെ തന്നെ ഹസ്കർ അതിന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അതായത് സർക്കാരിന്റെ ഒരു ഇടപെടലും ഇക്കാര്യത്തിൽ ഇല്ല എന്നാണല്ലോ. അല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തന്ത്രിക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വിഹിതം കിട്ടിയോ എന്നൊന്നും ഞാൻ സംശയിക്കുന്നില്ല. എനിക്ക് അങ്ങനെയുള്ള ഒരു ആരോപണമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം ഒരു സൂപ്പർവിഷൻ നടക്കുന്നത് തന്ത്രിയുടെ കീഴിലൊക്കെ. അദ്ദേഹമാണല്ലോ പൂജ നടത്തുന്നതും ദൈനംദിനം ഇത് കാണുന്നതും ഒക്കെ. അപ്പോൾ അവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ ഇളക്കി മാറ്റിക്കൊണ്ട് പോകുമ്പോൾ, ഒരു ക്ഷേത്രത്തിൻ്റെതാണല്ലോ, അത് ശാസ്ത്രവിധി പ്രകാരമാണോ അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള എന്താ പറഞ്ഞ ആ വിധി പ്രകാരമൊക്കെയാണോ ഈ കാര്യങ്ങൾ നടന്നത് എന്ന് സ്വാഭാവികമായിട്ടും പരിശോധിക്കാൻ ഒരു ഉത്തരവാദിത്വം തന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ട്. കാരണം അദ്ദേഹമാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളുമായി ഏറ്റവും നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാള്. ഒരു കാര്യം പറഞ്ഞോട്ടെ ശ്രീ സേനാപതി വേണു, തന്ത്രിയുടെ പഴയ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു ഈ സ്വർണ്ണക്കൊള്ളയുടെ ഈ അന്വേഷണം നടക്കുന്ന സമയത്ത്. അദ്ദേഹം അതിൽ പറഞ്ഞത് 2019 എന്റെ അനുമതിയോട് കൂടിയാണ് കൊടുത്തുവിട്ടത്. ഇങ്ങനെ അറ്റകുറ്റപ്പണിക്ക് കൊടുത്തുവിടുമ്പോൾ അതിൽ ഈ ദേവഹിതം അറിയേണ്ട ആവശ്യമില്ല എന്നാണ് തന്ത്രി പറഞ്ഞത്. ദേവപ്രശ്നത്തിന്റെ ആവശ്യം അവിടെ ഇല്ല എന്നാണ്. കാരണം ഇത് നന്നാക്കാൻ കൊണ്ടുപോയതാണല്ലോ. അവിടെ കറുത്തുപോയി, ഇപ്പോൾ ആളുകൾ തൊട്ടതും പിന്നെ അതുപോലെ തന്നെ ഈ പൂജാദ്രവ്യങ്ങളൊക്കെ വീണ് അങ്ങനെ കറുത്തുപോയി. അതുകൊണ്ട് അദ്ദേഹം അനുമതി കൊടുത്തു അത് സ്വർണം പൂശുന്നതിന് വേണ്ടി. ഇതാണ് അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം ഈ അന്വേഷണം നടക്കുന്ന സമയത്ത്. അത് ദേവപ്രശ്നത്തിന്റെ ആവശ്യമില്ല എന്നാണ്. അല്ല, അവിടെ ഒരു സംശയമുണ്ട്. ദേവസ്വം ഈ പറഞ്ഞ സന്നിധാനത്ത് നടക്കുന്ന ഏത് നിർമ്മിതികളും
അവിടെ വെച്ച് തന്നെ വേണം. ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള കർശനമായ വ്യവസ്ഥകൾ ഇതിൽ നിൽക്കുമ്പോൾ തന്ത്രി ഇത് ഒരു കാര്യവും എന്താ പറയുക, ഒരു പരിശോധനയും നടത്താതെ എന്നാൽ ഇത് കൊണ്ടുപോയിക്കോട്ടെ എന്നൊരു രീതിയിൽ നടത്തുമ്പോൾ അവിടെ ഒരു എന്താ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഗുരുതരമായ ഒരു ഉത്തരവാദിത്ത ലംഘനം, അതാണ് ഇവിടെ ഒരുപക്ഷെ SIT കണ്ടെത്തിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അദ്ദേഹത്തിന് മാത്രമാണ് ഇതുമായിട്ട് നേരിട്ട് ടച്ച് ചെയ്യാനും ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കാണാനും കണ്ടാലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ എന്ന് പറയുന്നത് തന്ത്രിയാണ്. ബാക്കി ഒരാൾ, നമ്മളൊക്കെ ചെല്ലുന്നവർ, ഭക്തർ ചെല്ലുന്നവർ പുറത്തുനിന്ന് നോക്കി നമ്മൾ കാണുന്നേ ഉള്ളൂ. ഇതുമായി ദൈനംദിനം തൊടുന്നതും ബന്ധപ്പെടുന്നതുമായ ഒരാൾ അവിടെ ഇനിയിപ്പോൾ ഇതിന് കേട് വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെയുമല്ല, ഇത് 98-ൽ സ്വർണം പതിപ്പിച്ചതിന് ശേഷം അത് സ്വർണമാണ് എന്നുള്ള കാര്യത്തിൽ ഏതായാലും ഈ എന്താ പറഞ്ഞ തന്ത്രിമാര് ഇവർ കുടുംബപരമായിട്ട് അവിടെ ഈ പൂജകൾ നടത്തുന്ന ആളുകളായതുകൊണ്ട് ഇതെല്ലാം നേരിട്ടറിയാവുന്ന ആളുകളാണ്. അപ്പൊ അത്ര കൃത്യമായിട്ട് ഇത് അറിയാവുന്ന ആളുകൾ ഇത് കൊടുത്തുവിടുമ്പോൾ ആ കൊടുത്തുവിടുന്നതിന് മുൻപെടുക്കേണ്ട മുൻകരുതലുകൾ, അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടോ, എടുത്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ വീഴ്ചയായിരിക്കാം ഒരുപക്ഷെ ഇപ്പൊ തന്ത്രിയുടെ അറസ്റ്റിലേക്ക്, അല്ലാതെ തന്ത്രി ഇവിടുന്ന് കൊണ്ടുപോയ സ്വർണത്തിന്റെ എന്താ പറയുക 10% 15% മേടിച്ചു എന്നൊരു പക്ഷേ SIT ഇപ്പം റിമാൻഡ് റിപ്പോർട്ട് നമ്മൾ കണ്ടിട്ടില്ല. SIT എന്താണ് അതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് ആരോപിക്കുന്നത്. പക്ഷേ ഞാൻ എന്താ പറഞ്ഞ ഒരു ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയിലുള്ള എന്റെ പരിമിതമായ അറിവിൽ ഞാൻ പറയുന്നു, അദ്ദേഹം ഇതിന്റെ ഒരു പരിധിവരെ കസ്റ്റോഡിയനാണ്. അതാണ് അതിന്റെ അകത്ത് ചർച്ച നമുക്ക് തുടർന്ന് കൊണ്ടുപോകാം. അതുകൊണ്ട് അതിനു മുമ്പ് അഡ്വക്കേറ്റ് BN ഹസ്കർ താങ്കളോടൊരു കാര്യമൊന്ന് ചോദിച്ചോട്ടെ. താങ്കളുടേതായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ കാണാൻ ഇടയായി. അതിലേക്കൊന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധയും തിരിക്കുകയാണ്. രാജിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്, സംസ്ഥാന സർക്കാരും പാർട്ടിയും നൽകിയ ഇടത് നിരീക്ഷകൻ എന്ന പദവി ഞാൻ രാജിവെച്ചിരിക്കുന്നു. ഇന്ന് വരെ വാങ്ങിയ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഞാൻ സർക്കാർ ഖജനാവിലേക്ക് തിരിച്ചടച്ചു. ഔദ്യോഗിക വാഹനം, ഡ്രൈവർ, ഗൺമാൻ എന്നിവ ഞാൻ തിരിച്ചയച്ചു. ഔദ്യോഗിക വസതിയും ഒഴിഞ്ഞു. ചാനൽ ചർച്ചകളിലെ മണിക്കൂറുകൾ നീളുന്ന അധ്വാനം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് കരുതുന്നത് കൊണ്ട് ഞാൻ ഇനി മുതൽ രാഷ്ട്രീയ നിരീക്ഷകൻ ഒരു സെൻസ് കൂടി പേടിച്ചു പോയെന്ന് പറഞ്ഞേക്കൂ. ഇത് ആർക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്? താങ്കൾ ആരോടാണ് താങ്കൾ ഇത് പറയുന്നത്? ഇതൊരു പരിഹാസമാണോ? എന്താണ് മനസ്സിലാവുന്നില്ല. അല്ല മഞ്ജുഷ്, അത് ഇപ്പോ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നു വരുന്ന ചില വിക്രിയകൾ കണ്ട് ഞാൻ സാധാരണഗതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അങ്ങനെ ഇടപെടുന്ന ആളല്ല. അപ്പോ അത്തരത്തിലൊരു വിക്രിയകൾ കണ്ടപ്പോ തോന്നിയ തമാശയാണത്. കാരണം ഇടതു നിരീക്ഷകനെ ആരോ നൽകിയ ഔദ്യോഗിക പദവി എന്ന അർത്ഥത്തിൽ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഇടതു നിരീക്ഷകനെന്നോ CPM സഹയാത്രികനെന്നോ ഒക്കെ ആയിരിക്കും ചാനലുകാരുടെ മനോധർമ്മം അനുസരിച്ചാണ് പലപ്പോഴും അത്തരം പദവികൾ എഴുതി വെക്കാറുള്ളത്. അപ്പൊ അങ്ങനെ ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ ഇടതു നിരീക്ഷകരായി വരുന്നവരെ ഇങ്ങനെ പരിഹസിക്കുന്ന പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് പരിഹസിക്കുന്നത് കണ്ട് സ്വാഭാവികമായും വന്നുപോയ ഒരു കമന്റാണത്. അഡ്വക്കേറ്റ് BN ഹസ്കർ, താങ്കൾ ഇങ്ങനെ ഇടത് നിരീക്ഷകൻ, CPM സഹയാത്രികൻ എന്നീ റോളുകളിൽ ഒരു ചോദ്യം, ഒരു തമാശയ്ക്ക് ചോദിക്കാനാണ് ഒരു ചോദ്യം. ഒന്ന്, അങ്ങും റെജി ലൂക്കോസിന്റെ വഴിയിലാണോ എന്ന് ഞങ്ങളെ പോലുള്ള ആളുകൾ സംശയിക്കുന്നു. അത് നിർദോഷമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, അങ്ങുമായിട്ടുള്ള അടുത്ത പരിചയത്തിന്റെ പുറത്ത്. അങ്ങനെ വല്ലതും ഉണ്ടോ ഇതിന്റെ അകത്തുനിന്നും കൂടെ ഒന്ന് ചോദിക്കുകയാണ്. ശ്രീ സേനാപതി വേണു, ഞാനൊരു പ്രത്യയശാസ്ത്ര അടിത്തറയുടെ ഭാഗമായിട്ടാണ് ജീവിതത്തിലുടനീളം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ആ പ്രത്യയശാസ്ത്ര അടിത്തറ അങ്ങനെ അങ്ങ് കീഴ്മേൽ മറിയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്തില്ല. ഞാനിപ്പോ നമ്മളൊക്കെ ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ ലാഭങ്ങൾക്ക് വേണ്ടിയോ അല്ല. ഒരു കാര്യം കൂടി ഹസ്കർ, ഇപ്പോൾ CPM സഹയാത്രികൻ, ഇടത് നിരീക്ഷകൻ, ഈ രണ്ട് കാര്യങ്ങളുമാണ്, രണ്ട് രീതിയിലാണ് താങ്കളെ അഭിസംബോധന ചെയ്യാറുള്ളത്. താങ്കൾ CPMന്റെ പാർട്ടി മെമ്പറുമാണല്ലോ. അപ്പോൾ താങ്കളെ കഴിഞ്ഞ ദിവസം അങ്ങനെ ചാനൽ ചർച്ചകളിൽ ഈ വേഷത്തിൽ പോവുകയാണെങ്കിൽ, CPM സഹയാത്രികൻ, ഇടത് നിരീക്ഷകൻ അങ്ങനെ പോവുകയാണെങ്കിൽ പാർട്ടിയുടെ നിലപാട് തന്നെ പറയണം എന്ന താക്കീത് നൽകിയതാണല്ലോ. താങ്കൾ അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ചതുകൊണ്ട് ഇപ്പോൾ താങ്കൾ ആ നിലപാടാണ് ഇവിടെ പറഞ്ഞത്. പാർട്ടിയുടെ നിലപാട് തന്നെയാണല്ലോ ഇന്നത്തെ ചർച്ചയിൽ പറഞ്ഞത്. അപ്പോൾ പിന്നെ CPM സഹയാത്രികൻ എന്ന പേര് മാറ്റേണ്ടതുണ്ടോ? ഈ രാഷ്ട്രീയ നിരീക്ഷകനായി പരിണാമം അതിന്റെ ആവശ്യമുണ്ടോ? അല്ല, മഞ്ജുഷ അങ്ങേക്ക് അറിയാലോ കൃത്യമായിട്ട്. കാരണം ഇത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയണമെന്നില്ല. കാരണം ഇതൊരു രാഷ്ട്രീയ നിരീക്ഷകനെന്നോ ഔദ്യോഗിക വക്താക്കളല്ലാത്ത ആളുകളെ പല പേരുകളിലാണ് പലപ്പോഴും
അവതരിപ്പിക്കാറുള്ളത്. അത്തരത്തിൽ എനിക്ക് കിട്ടിപ്പോയ ഒരു പട്ടം മാത്രമാണ് ഇടതു നിരീക്ഷകൻ എന്നുള്ളത്. സ്വാഭാവികമായും സൈബർ ലോകത്ത് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിനെ പരിഹസിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു കമന്റ് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. എന്റെ ബോധ്യങ്ങളും എന്റെ വർത്തമാനങ്ങളും ഒരുപോലെ തന്നെയായിരിക്കും. ഞാൻ ആ ബോധ്യങ്ങളിൽ നിന്നാണ് ഞാൻ അതായത് താങ്കൾക്ക് പാർട്ടിയുടെ നിലപാടിൽ നിന്ന് പലപ്പോഴും വ്യതിചലിച്ചും മറുപടി പറയേണ്ടി വരും അല്ലേ? അതാണല്ലോ അതിന്റെ അർത്ഥം. അല്ല, നിശ്ചയം അതിന്റെ ഒരു സ്വാതന്ത്ര്യം കൂടി ഞാൻ എടുക്കുന്നു എന്നുള്ളത് ശരി. ഇന്നത്തെ ചർച്ചയിൽ എന്തായാലും CPM സഹയാത്രികൻ മതിയല്ലോ ഇല്ലേ? കാരണം സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നിലപാടിന് വ്യത്യസ്തമായി താങ്കളൊന്നും പറയുന്നില്ല എന്ന് തോന്നുന്നു അല്ലെ? അങ്ങനെ പറയാറില്ല താങ്കൾ സാധാരണയായി? ഇല്ല, അങ്ങനെയല്ല. ഓരോ വിഷയങ്ങൾ പ്രശ്നാധിഷ്ഠിതമാണല്ലോ. ആ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള വിഷയങ്ങളെയാണ് ഞാൻ സമീപിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ നിലപാടുകൾ പറയുന്നത്. ശരി. അത് രാജിവെച്ചു എന്ന് കേൾക്കുമ്പോൾ ഇനി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതാണോ എന്നൊക്കെയുള്ള മറ്റൊരു ചാനലിൽ പറഞ്ഞത് ഭാരതത്തിൽ ചെമ്പുലരി ഉണ്ടാകുന്നത് സ്വപ്നം കാണുന്ന ഒരാളാണ് താനെന്ന് ഈയിടെ 2 ദിവസം മുമ്പേ ഒരു ചാനലിൽ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ പ്രത്യാശ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റിൽ ഉണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് കേട്ടത് ഞാൻ. അല്ല, നിശ്ചയമായും ഞാൻ അത് ആ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഞാനൊരു റൊമാൻറ്റിക് കമ്മ്യൂണിസ്റ്റ് ആണ്. സ്വാഭാവികമായി ഇന്ത്യയുടെ ചെങ്കോട്ടയിൽ ചെങ്കൊടി ഉയരും എന്ന് പ്രതീക്ഷിച്ച് ഇപ്പോഴും കഴിയുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ അതാണ് ആ ചർച്ചയിലും പറഞ്ഞത്. അത് തന്നെയാണ് എന്റെ ബോധ്യവും. ശരി, നമുക്ക് ഈ ചർച്ചയിലേക്ക് തന്നെ വരാം. ശ്രീ ഉല്ലാസ് ബാബു, എങ്ങനെ കാണുന്നു ഇന്നത്തെ അറസ്റ്റിനെ, ശബരിമല തന്ത്രിയുടെ? ബഹുമാനായിട്ടുള്ള ശ്രീ ഭാസ്കർ പറഞ്ഞ അങ്ങ് റൊമാൻറ്റിക് കമ്മ്യൂണിസ്റ്റ് ആണ്. നല്ല കാര്യം. റൊമാൻറ്റിക് കമ്മ്യൂണിസം എന്ന് പറയപ്പെടുന്ന നിലനിൽക്കാത്ത ഒരു കമ്മ്യൂണിസമാണ്. കാരണം ആ റൊമാൻസ് വരണ ഫീലിംഗ് ഉള്ള സമയത്ത് മാത്രമല്ല ആ കാഴ്ചപ്പാടുണ്ടാവുള്ളൂ. റൊമാൻറ്റിക് ആയിട്ട് ജീവിതകാലം നടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഫീലിംഗ് പോകുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പൊട്ടയാണെന്ന് അങ്ങ് തീരുമാനിക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഒരു കാലഘട്ടത്തിൽ ചെങ്കോട്ടയിൽ അങ്ങനെ ഒരു ചെങ്കൊടി ഉയരില്ല എന്ന ബോധ്യം ആ റൊമാൻസ് പോകുന്ന സമയത്തെങ്കിൽ അങ്ങക്ക് ബോധ്യം ഉണ്ടാകണം. ഫീൽ വരുന്ന സമയത്ത് ആയിക്കോട്ടെ, അതൊക്കെ ഒരു മനുഷ്യനല്ലേ, അങ്ങനത്തെ ഫീലുള്ള സമയത്ത് ആയിക്കോട്ടെ. എന്തായാലും 4 അക്ഷരത്തിൽ നിന്ന് 3 അക്ഷരത്തിലേക്കുള്ള അങ്ങയുടെ യാത്രയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും അങ്ങയുടെ എല്ലാ ആശംസകളും. രണ്ടാമത്തെ കാര്യം, ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും BJPയെ സംബന്ധിച്ചിടത്തോളം നിലപാട് വിശ്വാസികൾക്കാണ് ഇത് മുറിവേറ്റപ്പെട്ടിട്ടുള്ളത്. ആ വിശ്വാസികളുടെ മുറിവിനെ ആരാണോ മുറിച്ചത് ആ മുറിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകണം. ആ മുറിച്ചത് കൃത്യമായിട്ട് സർക്കാർ അന്വേഷിക്കാതിരുന്ന സമയത്തും സർക്കാരുകൾ അതിൽ വേണ്ട നടപടി എടുക്കാതിരുന്ന സമയത്തുമാണ് എന്തുണ്ടായത്? കോടതി ഇടപെട്ടത്. ഇത് സർക്കാരിന്റെ വിജയമായിട്ട് മെനുകരിക്കേണ്ടതില്ല. ഒന്നും സർക്കാരിന്റെ വിജയമായിരുന്നില്ല. ശബരിമല ഇത്രയും കാലമായിട്ട് സംരക്ഷിത മേഖലയായിരിക്കുന്ന സമയത്ത് അതിനകത്ത് ഒരുത്തൻ വന്ന് തോന്നിയങ്കാവ് പോലെ അഴിക്കലും കെട്ടലുമായിട്ട് നടന്നു കൊണ്ടുപോയത് മുഴുവൻ ഈ സർക്കാരിന്റെ കൺമുമ്പിലായിരുന്നു. സേനാപതി വേണുവിനോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, അങ്ങ് ഇതിന്റെ ഇടയിൽ പറയുന്നത് വാസു സാർ, അങ്ങ് അങ്ങനെ പറയരുത് സേനാപതി വേണു. കാരണം അങ്ങൊക്കെ എത്രയോ വലിയ ആളാണ്. അങ്ങ് ആരെയും കക്കാനും പിടിച്ചു പറിക്കാനും പോയിട്ടില്ലല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവുമല്ലേ. വാസുവിന്റെ ഇന്നത്തെ സ്റ്റൈൽ എന്താണ്, വാസുവിന്റെ ഇന്നത്തെ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങ് പെരുമാറുമെന്ന് വിചാരിക്കുന്നു. വാസു ആരാണ് പത്മകുമാർ, എന്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്? പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ആണ്, പൊളിറ്റിക്കൽ തീരുമാനമാണ് എല്ലാം. ആ പൊളിറ്റിക്കൽ തീരുമാനത്തിന് കൃത്യമായിട്ടുള്ള അജണ്ട സെറ്റ് ചെയ്ത് അവിടെ കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത് ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുകയാണ് ചെയ്തത്. അവിടെ തന്ത്രി എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ തീരുമാനത്തിനെ അദ്ദേഹം അറിഞ്ഞോ അറിയാതെ കൊണ്ടോ നിന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ മന്ത്രിയെ രക്ഷിക്കാനാകരുത് തന്ത്രിയെ കുടുക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. മന്ത്രിയെ രക്ഷിക്കാനാകരുത് തന്ത്രിയെ കുടുക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി പറയുന്നു. തന്ത്രിയെ കുടുക്കുന്നത് എന്നാണോ താങ്കൾ പറയുന്നത്? തന്ത്രിയെ കുടുക്കുന്നു എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് കുടുക്കലാണോ അത്? മന്ത്രിയെ രക്ഷിക്കാനാകരുത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം. ഇനി നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ഞാൻ RV ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ. അതാരാണെങ്കിലും കൃത്യമായിട്ട് തന്നെ അന്വേഷണം നടക്കട്ടെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനു മുൻപ് ഇവർ കൊടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള സുധീഷ് കുമാർ കൊടുത്ത റിപ്പോർട്ടുകളിലോ അതിനു മുൻപ് ഇവരാരെങ്കിലും കൊടുത്ത മൊഴികളിലൊന്നും തന്ത്രിക്ക് ഇങ്ങനൊരു പങ്കാളിത്തമുണ്ടെന്നോ ഇങ്ങനൊരു സംശയാസ്പദമായ കാര്യങ്ങളുണ്ടോ ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് പൊതുമണ്ഡലത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഇങ്ങനൊരു തിടുക്കമായിട്ടുള്ള തീരുമാനം എടുക്കുന്ന സമയത്ത് ഇവർ എന്തിനാണ് തീരുമാനമെടുത്ത് കോടതിയിൽ സ്വാഭാവികമായിട്ട് അവർ പറയും,
കഴിയുമ്പോൾ പക്ഷെ നമുക്കതറിയാം. കോടതിയുടെ പക്ഷെ മേൽനോട്ടമുണ്ട് ശ്രീ ഉല്ലാസ് ബാബു, കോടതിയുടെ മേൽനോട്ടം അവിടെ അപ്പോൾ സർക്കാരിന്റെ ഇടപെടൽ സാധ്യമാണോ ഇല്ലയോ? ഇതാണ് അല്ല, CPM-ന്റെ ഒരു അവകാശവാദം അതാണല്ലോ, അവിടെ കോടതി നേരിട്ടാണ് അന്വേഷണം നടത്തുന്നത്. അല്ല, CPM-ന്റെ അവകാശവാദമൊക്കെ നമുക്ക് നല്ല ബോധ്യമുള്ള കാര്യമല്ലേ. CPM-ന്റെ അവകാശവാദം എന്തായിരുന്നു? പത്മകുമാറും വാസുവും ഇതൊക്കെ ചെയ്ത സമയത്ത് CPM പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല, അത് ഉദ്യോഗസ്ഥന്മാർ ചെയ്തതാന്നല്ലേ അവർ ആദ്യം പറഞ്ഞു. പിന്നെ ഒരു രണ്ടാമതെടുത്തൊരു ടേക്ക് എന്താ, അത് വേറെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘടനയിൽപ്പെട്ട ആളുകൾ ചെയ്തൊരു സൂത്രപ്പണിയാണെന്നല്ലേ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഉദ്യോഗസ്ഥരുടെ അല്ല, ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മേൽ ഇടപെടൽ സർക്കാർ നടത്താൻ പറ്റാത്ത സ്ഥിതിയാണ്, അങ്ങനെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ? അതാണ് ഞാൻ പറഞ്ഞത്. മഞ്ജുഷ, ഇപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കോടതിയുടെ മേൽനോട്ടമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും കോടതി തന്നെയാണ് ഇത് കണ്ടെത്തിയത് എന്നുള്ളത് സത്യവും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇടതുപക്ഷ രാഷ്ട്രീയ സർക്കാർ അതിനകത്ത് പൊളിറ്റിക്കൽ തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ഇതിനു മുൻപുള്ള മന്ത്രിമാരടക്കമുള്ള ആളുകളോട് കൃത്യമായിട്ട് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ട് തന്നെ അവരെ സംരക്ഷിക്കുന്ന നിലപാടുകൾ എടുക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒപ്പം തന്നെ പത്മകുമാറിനോട് ഇപ്പോഴും ഇവര് കാണിക്കുന്ന സമീപനം എന്താണ്, വാസുവിനോട് ഇവരെ കാണിക്കുന്ന സമീപനം എന്താണ്? ഇനി പത്മകുമാറിനും വാസുവിനും ഇതിന്റെ പുറകിലുള്ള നിരവധി കാര്യങ്ങൾ അറിയാമായിരുന്നുവെങ്കിൽ, ഞാൻ കൃത്യമായി അടിവരയിട്ട് പറയട്ടെ, പത്മകുമാറിനും വാസുവിനും ഇതിന്റെ പുറകിൽ ഇങ്ങനൊരു കാര്യമുണ്ട് എന്ന് അറിയാമായിരുന്നുവെങ്കിൽ അന്നത്തെ സർക്കാരിനോട് ഇവർ എന്തുകൊണ്ട് അത് അറിയിച്ചില്ല? അവർക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല. ദേവസ്വം മന്ത്രി അറിയിക്കാൻ, ദേവസ്വം മന്ത്രിക്ക് മുഖ്യമന്ത്രി അറിയിക്കാൻ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിക്ക് ക്യാബിനറ്റിനോട് വിഷയം പറഞ്ഞ് അന്വേഷണം നടത്തി കൃത്യമായിട്ടുള്ള നടപടിയെടുക്കാൻ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല. 9-10 കൊല്ലമായിട്ട് ഈ കാര്യങ്ങളൊന്നും ഇവർക്ക് മനസ്സിലായില്ല എന്നാ ഇവർ അത് അറിഞ്ഞിട്ട് മിണ്ടാതെ അതിലടച്ചിരുന്ന് കരഞ്ഞു എന്നാണോ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് പത്മകുമാറും വാസുവും? അപ്പോൾ ദേവസ്വം മന്ത്രിയോട് പറയേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ദേവസ്വം വിജിലൻസിനെ വെച്ച് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ, വിജിലൻസിന്റെ കയ്യിൽ കിട്ടാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കുള്ള അന്വേഷണ ഏജൻസിക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ, സർക്കാരിനെ അറിയിക്കേണ്ട കാര്യങ്ങൾ, ഒംബുഡ്സ്മാൻ അറിയിക്കേണ്ട കാര്യങ്ങൾ, കോടതി അറിയിക്കേണ്ട കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊന്നും ചെയ്യാത്ത മഹാന്മാരാണല്ലോ വാസുവും പത്മകുമാറും അടക്കമുള്ള ആളുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ അപ്പോയിന്റ്മെന്റുകളിൽ കൃത്യമായിട്ട് രാഷ്ട്രീയ ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഒരു കാര്യമേ വിശ്വാസികൾക്ക് അറിയാനുള്ളൂ. എന്താണ്? ശബരിമല എന്ന് പറയപ്പെടുന്ന ആ ക്ഷേത്രത്തിനകത്ത് വിശ്വാസികൾ പോകുന്നത് അയ്യപ്പനെ കാണാനാണ്. വാസുവിന്റെ വേഷം കെട്ട് കാണാനല്ല, പത്മകുമാറിന്റെ വേഷം കെട്ട് കാണാനല്ല, പോറ്റിയുടെ കള്ളത്തരം കാണാനല്ല. സ്വാഭാവികമായിട്ട് അയ്യപ്പനെ വിശ്വസിച്ച് അയ്യപ്പനിലേക്ക് സമർപ്പിച്ച് ഭഗവാനെ സമർപ്പിച്ച് പോരുന്ന സമയത്ത് ആ സമർപ്പിതമായ കാര്യങ്ങൾ ഇവർ ഇങ്ങനെ സൗകര്യാർത്ഥം ഊരിക്കൊണ്ടു പോകുന്നു പോറ്റി എന്ന് പറഞ്ഞാൽ പോറ്റിയത് ആരൊക്കെയാണ് എന്നുള്ള ബോധ്യം. പക്ഷേ തന്ത്രിയും പോറ്റിയുമായി അടുത്ത ബന്ധമാണ്. മാത്രമല്ല ബാംഗ്ലൂരിലൊക്കെ ഇദ്ദേഹം പൂജ ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങൾ അത് പോറ്റിയും അവിടെ ഉണ്ട്, പോറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ വരുന്നത്. ഇതൊക്കെ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുള്ള തെളിവുകളാണ് ശ്രീ ഉല്ലാസ് ബാബു. അപ്പോൾ ഈ പറയുന്ന പത്മകുമാർ, ഈ പറയുന്ന വാസു, സുധീഷ് കുമാർ, ഇവരുടെയൊക്കെ ഗണത്തിലേക്ക് തന്ത്രിയും വരികയാണ്. അല്ല, പത്മകുമാർ ഒരു കാര്യം കൂടിയും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ടല്ലോ. പോറ്റി ആദ്യമായിട്ട് ആരാ കയറ്റിയത് അവിടേക്ക്? അന്വേഷണ സംഘം അങ്ങോട്ടും പോകണ്ടേ? പോറ്റിയെ കയറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ പോറ്റി പോയ സ്ഥലങ്ങളിലേക്ക് പോകണ്ടേ? പോറ്റിയെ പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. ആ പോയ സ്ഥലത്തേക്കും പോകണ്ടേ? അങ്ങനെയാണെങ്കിൽ ഡൽഹിയിലേക്കും പോകണ്ടേ? ഡൽഹിയിലേക്ക് കൊണ്ടുപോയ MP-യിലേക്കും പോകണ്ടേ? MP-യെ പരിചയപ്പെടുത്തി കൊടുത്ത ഇന്ന് അദ്ദേഹം ഇല്ല എങ്കിലും ആ ബന്ധം എന്തായിരുന്നു എന്ന് അറിയണ്ടേ? സ്വാഭാവികമായിട്ട് ആ സമയത്ത് ഒരു കേരളത്തിന്റെ മന്ത്രിയായിരുന്ന ഇന്നത്തെ MP-യിലേക്കും പോകണ്ടേ? അവർ എന്തിനെ ഡൽഹിയിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുത്തു 180 നോക്കണ്ടേ? 1ഉം 2ഉം തവണ അദ്ദേഹം എന്തിനു പോയി എന്നറിയണ്ടേ? അപ്പൊ ബെല്ലാരിയിലുള്ള എന്താ അതിന്റെ പേര്, ഗോവർദ്ധന ഏതൊരുത്താൻ ആ വർദ്ധനെ അവരുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കണ്ടേ? തീർച്ചയായിട്ടും എല്ലാം അന്വേഷിക്കണമല്ലോ. അപ്പൊ ആ അന്വേഷണത്തിൽ എന്തുകൊണ്ട് അവർ മന്ദീഭവിച്ചു നോക്കി നിൽക്കുന്നു, ഇപ്പുറത്ത് വേറെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഭാവി കേരളത്തിൽ ചർച്ച വരും. കാരണം കോടതി അത് കൃത്യമായി മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഒരു കാര്യമേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളൂ, ശബരിമലയ്ക്കകത്ത് ഈ കാണിച്ച നീതികേടിനെ ആരാണോ ഉത്തരവാദിത്തത്തിൽ ആർക്കൊക്കെ പങ്കാളിത്തമുണ്ടോ, ആരൊക്കെ അതിന് തൊട്ടു നിന്നിട്ടുണ്ടോ, ആ തൊട്ടു നിന്നവർക്കൊക്കെ. ശരി, ശ്രീ സേനാപതി വേണു, BJP-യുടെ സ്റ്റാൻഡ് ഇതാണ്. കോൺഗ്രസിന്റെ സ്റ്റാൻഡും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ലല്ലോ അല്ലേ? തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അകത്ത് പോകണം, ഈ ഒരു ഉറച്ച സ്റ്റാൻഡിലേക്ക് കോൺഗ്രസ് വന്നിട്ടുണ്ടല്ലോ അല്ലേ? അല്ല, മന്ത്രി ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ എന്നുള്ളതല്ല, മന്ത്രി ഉണ്ട്. ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ദേവസ്വം വകുപ്പിന്റെ കീഴിൽ, ഈ മന്ത്രിയുടെ കീഴിലുള്ള കാര്യമാണ്. ഇത് എവിടെയെങ്കിലും ഉള്ള ഒരു കുഞ്ഞു ക്ഷേത്രമൊന്നും അല്ലല്ലോ. പ്രതിദിനം ഇപ്പം അവിടുത്തെ ഭക്തരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 80,000.
1,00,000 ഭക്തന്മാർ പ്രതിദിനം സന്ദർശിക്കുന്ന, ഒരുപക്ഷെ കേരളത്തിലെ ജനസംഖ്യയുടെ അത്രയും ആളുകൾ ഒരു വർഷം കൊണ്ട് എല്ലാ സമയത്തുമായിട്ട്, വിഷുവിളക്ക് മറ്റേ മകരവിളക്ക് എല്ലാമായിട്ട് സന്ദർശിക്കുന്ന, ദർശനം നടത്തുന്ന ഒരു ക്ഷേത്രത്തിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കാര്യം ദേവസ്വം ബോർഡിന്റെ മന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് ആണ് അദ്ദേഹം പറയുന്നതെങ്കിൽ പിന്നെ അദ്ദേഹം ആ പദവിയിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്നുള്ളതാണ്. അപ്പോ എന്തെങ്കിലും പങ്ക് ഈ കാര്യത്തിൽ, എന്തെങ്കിലും, അതാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്, തന്ത്രിക്കുണ്ട് എങ്കിൽ അതിന്റെ 10 മടങ്ങ് പങ്ക് മന്ത്രിക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെയാണല്ലോ മന്ത്രി മുമ്പ് പറഞ്ഞത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്ന് അദ്ദേഹത്തിന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, മന്ത്രി എന്ന നിലയിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം, ചുമതല. അപ്പം ഇന്നല്ലെങ്കിൽ നാളെ അടുത്ത ഘട്ടത്തിലേക്ക്, മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ നമ്മൾ ഇത് തന്നെയാണല്ലോ പറഞ്ഞത്, ഇത് അവരിലേക്കും ഇതിന്റെ അന്വേഷണം എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമാണ്. പക്ഷേ അവരിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതിനെ വേറെ രീതിയിൽ വഴിതിരിച്ചുവിടാൻ, അവിടെ ഫോട്ടോ കണ്ടു, ഇവിടെ ചിത്രം കണ്ടു, ഇവിടെ വീഡിയോ കണ്ടു എന്നൊക്കെ ഇത് വഴിതിരിച്ചുവിടാനാണ് എങ്കിൽ ഇതിലെ യഥാർത്ഥ പ്രതികൾ, ആ യഥാർത്ഥ പ്രതികളിലേക്ക് ഇത് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സേനാധിപതിയോട് മറ്റൊരു കാര്യമുണ്ട്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇടത് ഭരണം മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഇടത് സർക്കാർ നിയമിച്ച പ്രസിഡന്റും അംഗങ്ങളും മാത്രമല്ലായിരുന്നു ഉണ്ടായിരുന്നത്. UDF ഭരണകാലത്ത് നിങ്ങൾ നിയമിച്ച ആളുകളും ഉണ്ടായിരുന്നു. ആ സമയത്തും പോറ്റി എവിടെ ഉണ്ടായിരുന്നു? അല്ല, ഈ സ്വർണം പോയത് 2019 ശേഷമാണ് എന്നുള്ളത് വളരെ കൃത്യമായി, 2019-ലാണ്. അതെ, 2019 ശേഷമാണ് ഈ സ്വർണം അവിടുന്ന് പോയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ലല്ലോ. അപ്പോ ശേഷമല്ല, 2019-ലാണ്. ആ സമയത്ത് തന്നെയാണ് കണ്ടെത്തി കഴിഞ്ഞു. അതെ, അപ്പോൾ 2019 കേരളത്തിൽ ഭരണം നടത്തുന്ന ഇടതുപക്ഷ ഗവൺമെന്റ്, അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി, അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ, ഇതെല്ലാം വളരെ സ്പെസിഫിക് കൃത്യമായിട്ട് വന്നിരിക്കുന്ന കാര്യമാണല്ലോ. അപ്പൊ അവിടെ ഒരു കട്ട് ഓഫ് ഡേറ്റ് നിൽക്കുമ്പോൾ പിന്നെ അതിന്റെ പിറകിൽ രാമൻ നായർ ഇരുന്നിട്ടുണ്ടോ, അതല്ല എങ്കിൽ അജയ് തറയിൽ ഇരുന്നിട്ടുണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെ അവിടെ അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അതിനുശേഷമാണ് ഡൽഹി യാത്രയാണ്. അല്ല, BJPയുടെ സ്റ്റാൻഡും നിങ്ങളുടെ സ്റ്റാൻഡും ഏകദേശം ഒന്ന് തന്നെയാണ്. അത് തന്ത്രിയാണേലും മന്ത്രിയാണേലും കുറ്റക്കാരാണെങ്കിൽ അവരെ നിങ്ങൾ ഒരിക്കലും അത് വെറുതെ വിടരുത് എന്നുള്ള കാര്യം തന്നെയാണ്. അല്ലാതെ തന്ത്രിയെ ബ്ലൈൻഡായിട്ട് നിങ്ങൾ സംരക്ഷിക്കുന്നില്ല, മന്ത്രിയെ ഒട്ടുമില്ല. അത് നിങ്ങളുടെ സ്റ്റാൻഡ് അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. BJPയുടെയും അങ്ങനെയാണ്. പക്ഷേ BJP പറയുന്നത് ഒരു പടി കൂടി കടന്നാണ്. ഡൽഹിയിലേക്കുള്ള പോറ്റിയുടെ യാത്രയാണ്. അവിടെ കൂടെ പോയത് ആരാണ്? കോൺഗ്രസിന്റെ MP-മാരാണ്. ആരെയാണ് കണ്ടത്? സോണിയാഗാന്ധിയെയാണ് കണ്ടത്. അല്ല, അവിടെ ഞാൻ ഒറ്റ കാര്യം ഞാൻ മുമ്പ് ഇതിൻ്റെ അകത്ത് പറഞ്ഞ ഈ ആരോപിതനായ പോറ്റിയും ബഹുമാന്യായ ഞങ്ങളുടെ അന്നത്തെ UPയുടെ അധ്യക്ഷയും AICCയുടെ പ്രസിഡന്റും ഒക്കെ ആയിരുന്ന സോണിയാഗാന്ധിയും പോറ്റിയും ഒറ്റയ്ക്കല്ല. ആ ഫോട്ടോയിൽ തന്നെ കാണാം, അതിൻ്റെ അകത്ത് നിരവധിയായ കുട്ടികളും മറ്റാളുകളും ഒക്കെ സന്ദർശനം നടത്തുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു എന്താ പറഞ്ഞേ, ഒരു കളങ്കിതമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് എങ്കിൽ ഈ ആളുകളെ ഒന്നും സാക്ഷിയാക്കിക്കൊണ്ട് നിർത്തേണ്ട കാര്യമില്ലല്ലോ. അതിൻ്റെ അകത്ത് എത്രയോ ആളുകളെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ടാണ് ഈ എന്താ പറഞ്ഞേ അവരുടെ ഔദ്യോഗിക വസതിയിൽ, അത് ലൈബ്രറി മുറിയിൽ, ആ ലൈബ്രറി മുറിയിലാണ് ഈ സന്ദർശനം നടത്തുന്നതും ഒക്കെ. അപ്പോൾ ചിലപ്പോൾ ഇപ്പം ശബരിമലയിൽ ഈ തന്ത്രിയും അല്ലെങ്കിൽ തന്ത്രിയോടൊപ്പമുള്ള ഈ കുതന്ത്രിയും പ്രസാദം കൊടുക്കാം, അത് രോഗശാന്തി വരുത്തും എന്നൊക്കെയാണല്ലോ ഇവരൊക്കെ പറയുന്നത്. അങ്ങനെ ആയിരിക്കാം വിശ്വസിപ്പിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു ചോദ്യം, ഇവിടെ രഹസ്യമായ ഒരു സന്ദർശനമോ അല്ലെങ്കിൽ മറ്റാളുകളുടെ സാന്നിധ്യമില്ലാത്ത ഒരു സന്ദർശനമല്ല. നിങ്ങൾ ആരോപിക്കുന്ന MP-മാർ അവരോടൊപ്പം ഏതാണ്ട് 1/2 ഡസൻ ആളുകൾ, ആ ആളുകളുടെ സാന്നിധ്യത്തിലാണ് ഇവർ സന്ദർശനം നടത്തുന്നത്. ഇനി ഉല്ലാസ് ബാബു പറഞ്ഞ കാര്യത്തെ ഞാനും പിന്തുണയ്ക്കുന്നു. ഇനി അതിലും എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ SIT അന്വേഷിക്കട്ടെ, ആ അന്വേഷണവും പുറത്തു വരണമല്ലോ. നമ്മളെന്തിനാണ് എന്താ പറഞ്ഞേ, ആരെയെങ്കിലും മറക്കേണ്ടതോ ആരെയെങ്കിലും രക്ഷിക്കേണ്ടതോ ഒന്നുമില്ലല്ലോ. ഇവർ ഏതെങ്കിലും രീതിയിലുള്ള കള്ളത്തരങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിന്റെ ചില വിവരങ്ങൾ വരുന്നുണ്ട്. അതിൽ ഈ താന്ത്രിക വിധികൾ പാലിക്കാതെയാണ് പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. അതെ, അതിൽ തന്ത്രിയുടെ ഒരു പഴയ ബൈറ്റ് ഞാനത് ഇന്ന് കേട്ടു നോക്കുകയും ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത്, ഈ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം തുടങ്ങിയ സമയത്താണ്, അതിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അനുമതി കൊടുത്തിരുന്നു സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതിന് ദേവപ്രശ്നം വേണ്ടേ, ദേവഹിതം അറിയേണ്ടതെന്ന്. പക്ഷേ അത് നന്നാക്കാൻ കൊണ്ടുപോകുന്നതിന് അത് വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലും അക്കാര്യം തന്നെയാണ് പറഞ്ഞത്. തന്ത്രിയുടെ അനുമതി ഉണ്ടായിരുന്നു സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി. പമ്പ കടത്തിയത് ആ അനുമതിയുടെ ബലത്തിലാണ്. പിന്നീടെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ആയിരുന്നു. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അങ്ങനെ ഒരു ഭരണാനുമതി കൊടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അതെല്ലാം അവർ ചെയ്തു. പക്ഷേ അവിടെ തന്ത്രിയുടെ അനുമതി ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് BN ഹസ്കർ ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. താങ്കളിലേക്ക് വരാൻ മുമ്പ് ശ്രീ MS വേണുഗോപാൽ, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്.
ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേവസ്വം മാനുവൽ അവിടെ മാറാല പിടിച്ച് കിടക്കുകയാണ് എന്നുള്ളതാണ്. ദേവസ്വം മാനുവലിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ വിധിപ്രകാരം ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ആചാരപ്രകാരം ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ശബരിമലയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇത്രയും കാലത്തെ ഈ അന്വേഷണവും ഈ സ്വർണ്ണക്കൊള്ളയും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ശബരിമലയെ കാത്തുസൂക്ഷിക്കാൻ ഏൽപ്പിച്ച ദേവസ്വം ബോർഡ് എന്ത് ചെയ്തു, ദേവസ്വം ബോർഡ് മെമ്പർമാർ എന്ത് ചെയ്തു, അവരുടെ കീഴിൽ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു, തന്ത്രി എന്ത് ചെയ്തു എന്നുള്ള ഒരു കൂട്ടുത്തരവാദിത്തം ഇവിടെ വരികയാണ്. ആദ്യം അറസ്റ്റിലായ മുരാരി ബാബു പറഞ്ഞത് എനിക്ക് ഒന്നും അറിയില്ല എന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരും അറസ്റ്റിലാകുമ്പോഴും പത്മകുമാർ ആണെങ്കിലും പറയുന്നത് എനിക്കൊന്നും അറിയില്ല. അത് കഴിഞ്ഞ് പിന്നീട് അറസ്റ്റിലായ വാസുവും പറയുന്നത് എനിക്കൊന്നും അറിയില്ല. പിന്നെ ആർക്കാണിത് അറിയുക? അപ്പം മാനുവലോ അവിടുത്തെ ദേവസ്വം മാനുവൽ പ്രകാരം ഇവരെല്ലാം അറിഞ്ഞിരിക്കണം, ഇവരെല്ലാം കണ്ടിരിക്കണം. അവിടുന്ന് ഇതുവരെ എല്ലാം ഒപ്പിട്ട് ഞങ്ങൾ ആരും ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ തിരുത്തി ഒപ്പിട്ടിട്ടുണ്ട്. അത് ഭരണപരമായി തീരുമാനങ്ങൾ എടുക്കുന്നവർ അത് ഒപ്പിടേണ്ടി വരും. അത് ഒപ്പിട്ടിട്ടുമുണ്ട്. അങ്ങനെയാണ് പത്മകുമാറും വാസുവും ഒക്കെ കുടുങ്ങിയത്, സുധീഷ് കുമാറും ഒക്കെ വന്നത്. പക്ഷേ അല്ല, ഞാൻ പറയട്ടെ, ഇപ്പോൾ തന്ത്രിയും മന്ത്രിയും അവർ ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ ഇതിൽ തന്നെ പറയുന്നുണ്ട് ഒരു മൗനാനുവാദം എന്ന രീതിയിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ ഒരു കാര്യം ചോദിച്ചോട്ടെ, ശബരിമലയിൽ നടക്കുന്ന കാര്യങ്ങൾ ആ സമയത്ത് ചുമതലയുള്ള ദേവസ്വം മന്ത്രി അറിഞ്ഞില്ല. ഇത്രയും സാമഗ്രികൾ, അമൂല്യ വസ്തുക്കൾ സന്നിധാനത്ത് നിന്ന് പമ്പ കടത്തി ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോൾ ഈ വിവരം മന്ത്രിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്ന് ആര് പറഞ്ഞാൽ വിശ്വസിക്കും? കടകംപള്ളി സുരേന്ദ്രൻ എന്ന അധികായൻ എന്ന് തന്നെ പറയാം. ദേവസ്വം വകുപ്പ് ഭരിച്ചിരുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം അറിയാതെ ഒരു ഈച്ച പോലും അവിടെ പറക്കുമോ? അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇതൊരു സാധാരണക്കാരൻ്റെ ഒരു ചോദ്യമായിട്ട് താങ്കൾ കരുതിയാൽ മതി. ഇപ്പോൾ തന്ത്രിക്കെതിരെ ഇതൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത് എങ്കിൽ മന്ത്രിയും ഇതേ കാര്യങ്ങൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. അവിടെ മൗനാനുവാദമെങ്കിൽ മൗനാനുവാദം ഉണ്ടായിട്ടുണ്ട്. കാരണം ശരിയാണ്, ഒപ്പിട്ടിട്ടില്ല. കാരണം മന്ത്രിക്ക് അങ്ങനെ ഒപ്പിടേണ്ട ആവശ്യമില്ല. മറ്റൊരു കാര്യം കൂടി സംഭവിക്കാം, സ്വാധീനം എന്ന് വെച്ച് നോക്കുമ്പോൾ, അധികാരം വെച്ച് നോക്കുമ്പോൾ, നിർദ്ദേശം എന്നുള്ള കാര്യം കൂടി. അല്ല മഞ്ജുഷേ, ഇതിൽ നിർദ്ദേശമോ ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. ആ കുറ്റകൃത്യത്തിൽ നിലവിൽ ആ ഗൂഢാലോചന, കുറ്റകരമായ ക്രിമിനൽ ഗൂഢാലോചന, അതുപോലെ തന്നെ കളവ് മുതൽ സൂക്ഷിക്കുക തുടങ്ങിയിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾ നടക്കുന്നത്. അപ്പോ ഈ കുറ്റകൃത്യത്തിന്റെ സ്വാഭാവികമായ കുറ്റകൃത്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ട് എങ്കിൽ ആ ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ ആവശ്യം. എനിക്കത് മനസ്സിലാവുന്നില്ല. അല്ലല്ലോ, ഈ ഗൂഢാലോചനയിൽ പങ്ക് എന്നൊക്കെ പറയുമ്പോൾ ശ്രീ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇത് വെറുതെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അത് മാത്രമല്ല, സന്നിധാനത്ത് നിന്ന് ഇത് പമ്പയിൽ എത്തിച്ച് പിന്നെ അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകണം. ഇത് ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ ആരും അറിയാതെ രാഖി രാമാനം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമേ അല്ല. ഇത് അതാണ് സംശയത്തിന്റെ കാര്യമായും വരുന്നത്. ഇത് ഈ പറയുന്ന ഒപ്പിട്ടിട്ടില്ല, ഞാനൊരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് രേഖകളുടെ അഭാവം ചൂണ്ടിക്കാണിക്കാം. പക്ഷെ അങ്ങനെയല്ലല്ലോ. അത് ധാർമ്മികമായ ഉത്തരവാദിത്വം. അതിനപ്പുറമായിട്ട് ദേവസ്വം വകുപ്പ് അറിയാതെ ഇതൊക്കെ സംഭവിക്കുമോ? അല്ല മഞ്ജുഷ്, ഇതില് ഏറ്റവും പരമപ്രധാനമായി മനസ്സിലാക്കേണ്ടത്, ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് അദൃശ്യമായ തെളിവുകൾ എപ്പോഴും ആ കുറ്റകൃത്യത്തിന്റെ പിന്നിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യം ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ തെളിവുകൾ കൂടി അവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന് പറയുന്നത് പോലെ ചില തെളിവുകൾ അവിടെ ഉണ്ടാകും. അപ്പോ നിശ്ചയമായും ആ തെളിവുകൾ കൊണ്ട് ഏത് മഹാനായ വ്യക്തിയിലേക്കും എത്തുമെന്നുള്ളതിന്റെ സൂചനയായിരുന്നല്ലോ ദൈവത്തിന്റെ ശബരിമല അയ്യപ്പന്റെ പിതൃസ്ഥാനമുള്ള തന്ത്രിയിലേക്ക് നിലവിൽ ഈ അന്വേഷണവും അറസ്റ്റും ചെന്നെത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഇതിൽ ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തിട്ടുള്ള ആളുകളെ കണ്ടെത്തും എന്ന ശുഭാപ്തി വിശ്വാസമാണ് ഞാൻ ഈ വിഷയത്തിലെ ചർച്ചകൾ മുഴുവൻ ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. ആ തെറ്റിലേക്കാണ് അതിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്നാണ് കാണേണ്ടത്. അതിനു പകരം ഇത് മന്ത്രി അറിയാതെ അല്ലെങ്കിൽ ഏത് മന്ത്രിസഭയുടെ മന്ത്രി അറിയാതെയും ചെയ്യാൻ കഴിയില്ല എന്ന ഒരു നറേറ്റീവ് അല്ല ഉണ്ടാക്കേണ്ടത്. അങ്ങനെയായിരുന്നെങ്കിൽ വിജിലൻസ് ഇതുവരെ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് നാളെ കൂടുതൽ വിവരങ്ങൾ കിട്ടും ഉറപ്പായിട്ടും. ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് വന്നു കഴിയുമ്പോൾ ശ്രീ ഉല്ലാസ് ബാബു, ഇതാണ് ഇപ്പോഴത്തെ ഡീറ്റെയിൽസ് കിട്ടിയിരിക്കുന്നത്. എന്താണ് തന്ത്രി ചെയ്ത കുറ്റം എന്നുള്ളത് ഇപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കണമല്ലോ, തുടക്കത്തിൽ റിമാൻഡ് റിപ്പോർട്ട്. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു, അതുപോലെ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി മൗനാനുവാദം നൽകി തുടങ്ങിയ കാര്യങ്ങളാണ്. സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നതിന് വേണ്ടി
ഞാൻ ചോദിക്കുന്ന ഇതേ കാര്യങ്ങൾ മന്ത്രിയും ആ സമയത്ത് കടകംപള്ളിയും അറിഞ്ഞു കാണില്ലേ എന്നുള്ളതാണ്. പക്ഷേ അസ്കർ പറയുന്നു അങ്ങനെ ഒരു നിർദ്ദേശം മന്ത്രി കൊടുക്കാൻ ഇടയില്ല തുടങ്ങിയ കാര്യങ്ങളാണ്. പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ശബരിമല പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന്, സന്നിധാനത്ത് നിന്ന് പമ്പ വഴി ചെന്നൈയിലേക്ക് ഇത്രയും അമൂല്യ വസ്തുക്കൾ കൊണ്ടുപോകുന്നത് അന്നത്തെ മന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന്? ഞാനൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയട്ടെ. രാഷ്ട്രീയം അങ്ങ് മാറ്റിവെച്ചാൽ ദേവസ്വം മാനുവൽ അവിടെ പൊടി തട്ടിക്കെടുക്കുന്നു ഗോപാൽ സാർ പറഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം മാനുവൽ കൈകാര്യം ചെയ്യുന്നത് ദേവസ്വമാണെന്ന്, അത് മന്ത്രിയുടെ കൺട്രോളിലാണ് എന്ന്. മന്ത്രിയുടെ വ്യക്തമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട് അതിനകത്ത്. തന്ത്രിയല്ല ദേവസ്വം മാനുവൽ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ട് ഇപ്പൊ റിമാൻഡ് റിപ്പോർട്ട് നിങ്ങൾ പറഞ്ഞത് കൃത്യമാണെങ്കിൽ ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു എന്ന് പറയപ്പെടുന്നു. ഇതേപോലെ മറ്റൊരു ആചാര ലംഘനം ഇടതുപക്ഷം നടത്തുന്ന സമയത്ത് ഇതേ തന്ത്രിക്കെതിരെ ഇടതുപക്ഷം എടുത്ത നിലപാടുകൾ എന്തായിരുന്നുവെന്നും അന്ന് ഈ തന്ത്രിയെ ടാർഗറ്റ് ചെയ്ത ഇടതുപക്ഷത്തെയും നമുക്ക് കൃത്യമായിട്ട് അറിയാം. പകപോക്കലുകൾ അടക്കമുള്ള കാര്യങ്ങൾ അതിന്റെ പുറകിലുണ്ടോ ഇല്ലയോ എന്ന് SIT അന്വേഷിച്ചിട്ട് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയട്ടെ, ഒരു ദേവസ്വം ബോർഡ് ഉണ്ടായിരിക്കെ, ദേവസ്വം ബോർഡിന് പ്രസിഡന്റും മെമ്പർമാരും ഉണ്ടായിരിക്കെ, പ്രസിഡന്റും മെമ്പർമാരും എടുത്ത തീരുമാനങ്ങൾ കടലാസിൽ പുസ്തകത്തിൽ കൃത്യമായി എഴുതിയിരിക്കെ, എഴുതിയ കാര്യങ്ങൾ ടൈപ്പ് അടിച്ച് പ്രിന്റ് അടിച്ച് അത് അവിടെ നടപ്പിലാക്കാൻ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആ നടപ്പിലാക്കുന്ന വ്യക്തിയായ പോറ്റി അത് ഒരു തവണയും 2 തവണയും അത് നിരവധി കാര്യങ്ങളായും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരുന്നു. ആ കണ്ടിന്യൂസ് പ്രോസസ് എന്താണ്? വാതിലിലൂടെ കളവ്, ദ്വാരപാലക ശില്പത്തിലൂടെ കളവ്, ആലിലയിലൂടെ കളവ്, ദണ്ഡയിലൂടെ കളവ്, യോഗദണ്ഡിലൂടെ കളവ്, അതുപോലെ രുദ്രാക്ഷമാലയിലൂടെ കളവ്, അതുപോലെ പഞ്ചലോക വിഗ്രഹത്തിലൂടെ കളവ്. അപ്പൊ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആക്കി ഇവരെടുത്തുവെങ്കിൽ എന്താണ്, അത് കൃത്യമായി അതാത് ഇന്റർവെൽസുകളിൽ കോടിക്കണക്കിന് രൂപയുടെയോ അല്ലെങ്കിൽ ശതകോടിക്കണക്കിന് രൂപയുടെയോ ഒരു ഡീൽ ഇവർ ഉറപ്പിച്ചിട്ടുണ്ട്. ആ ഡീലിന്റെ പുറകിൽ ആരൊക്കെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ സംശയിക്കുന്നത്. ഒരു സർക്കാരിൽ ഒരു മന്ത്രി ഉണ്ടായിരിക്കെ ആ മന്ത്രിയുടെ ഉത്തരവാദിത്വത്തിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ ആ മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു തെറ്റ് തന്നെയാണ്. അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയത്ത് അറിയേണ്ട ആള് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ അറിയേണ്ട ആള് എന്തുകൊണ്ട് അറിഞ്ഞില്ല? മനഃപൂർവ്വം അറിയാത്തതാണോ? അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ഇരുന്നതാണോ? ഞാൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞ് കണ്ണടച്ചതാണോ? ഇത്യാദി കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ആ അന്വേഷിക്കുന്നിടത്താണ് ഇവർ സർക്കാരിന്റെ ഇടപെടലുകൾ അതിലുണ്ടോ ഇല്ലേ എന്നുള്ളത് പൊതുസമൂഹം, വിശ്വാസികൾ ചർച്ച ചെയ്യുന്നത്. മന്ത്രി അറിയാണ്ട് ഒരു കാര്യവും നടക്കില്ല. ദേവസ്വം ബോർഡ് അറിയിക്കണം. 9 കൊല്ലം 10 കൊല്ലമൊക്കെ ഇരുന്നിട്ട് ദേവസ്വം ബോർഡിനകത്ത് ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഇരുന്ന വ്യക്തിയാണ് പ്രസിഡന്റ് ആയിട്ട് വന്നത്. അയാൾ അത്ര മോശക്കാരനല്ല ഈ വാസുവിന് കൃത്യമായിട്ട് അഡ്മിനിസ്ട്രേറ്റർ പണി അറിയുന്നവനാണ്, പ്രസിഡന്റ് പണി അറിയുന്നവനാണ്, രാഷ്ട്രീയ പണി അറിയുന്നവനാണ്, ഒപ്പം തന്നെ എല്ലാ അഭ്യാസവും അറിയുന്നവനാണ്. ഓനിത് അറിയില്ലെന്നാണ് നിങ്ങൾ പറയണേ. ഓനിത് അറിയിക്കാണ്ട് ചെയ്യുമെന്നാണ് നിങ്ങൾ പറയണേ. ഒരു പിൻബലവും ഇല്ലാതെ ഇതൊക്കെ കട്ടുകൊണ്ടുപോകുന്ന പറയുന്നത്. ആര്? ലോകം ശ്രദ്ധിക്കുന്ന ഒരു ക്ഷേത്രത്തിനകത്ത്, അത്രയും സംരക്ഷണമുള്ള സുരക്ഷയുള്ള ക്ഷേത്രത്തിനകത്ത് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ടീം അവന്റെ കയ്യിലുണ്ടാവില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? പത്മകുമാരതൊന്നും അറിയില്ല എന്നാണോ നിങ്ങൾ വെക്കുന്നത്? ആ തീരുമാനം തെറ്റാണ് മഞ്ജുഷേ. അങ്ങനെ കാഴ്ചപ്പാട് തെറ്റാണ്, നമ്മളെ ചിന്തിക്കുന്നത് തെറ്റാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അറിഞ്ഞവരെ ആരെയൊക്കെ സംരക്ഷിക്കുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ സംശയമുള്ളത്. ആരെയും സംരക്ഷിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല, ആരെയും ഒരു വ്യത്യാസവുമായിട്ട് കാണണമെന്ന് നമ്മൾ പറയുന്നില്ല, ഒരാൾക്കൊരു പ്രിവിലേജ് കൊടുക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ യഥാർത്ഥത്തിൽ പിടിക്കേണ്ടവരെ പിടിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. പിടിക്കേണ്ട സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് അവർ തിരിഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളതാണ് വിശ്വാസികളുടെ സംശയം. ആ സംശയം പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം SITക്ക് ഉണ്ട്. ബഹുമാനപ്പെട്ട കോടതി ഇതിൽ ഇടപെടുന്നത് കൊണ്ട് തന്നെ അത് പരിഹരിക്കപ്പെടുന്നു വിശ്വസിക്കുന്നു. പക്ഷെ സർക്കാരിന്റെ കള്ളക്കളി അത് കൃത്യമായി പുറം ലോകം അറിഞ്ഞിരിക്കും. ഇതിനകത്ത് സർക്കാരിന്റെ പങ്കാളിത്തമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് തന്ത്രി ചെയ്തിട്ടുള്ളതെങ്കിൽ കോടതി സ്വാഭാവികമായിട്ടും ചോദിക്കുമല്ലോ. ഇതിന് മുകളിൽ ഒരു 60 സെക്കൻഡ് തരാം. 30 സെക്കൻഡ് തരാം. ഒറ്റ കാര്യം, സേനാപതി പോകണം അങ്ങ് എൻ്റെ അടുത്ത് പറഞ്ഞു. ഒരു ഫോട്ടോ എടുത്ത് ലൈബ്രറി മുറിയിലായിരുന്നു. ശരിയാണ്, സേനാപതി പോകണം. നമ്മൾ എന്തുകൊണ്ടാണ് ആ വിഷയം സംസാരിക്കുന്നത്? ആ വിഷയം സംശയിച്ചത് അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള PR ഗോപാലകൃഷ്ണൻ അവിടെയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ. പോറ്റി അവിടെയുണ്ട്. പോറ്റി ദേവസ്വം ബോർഡിലെ കള്ളനാണല്ലോ, ദേവസ്വം ബോർഡിലെ കട്ട ആളാണല്ലോ. ആ കട്ട ആളും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അവിടെയുണ്ട്. ആ സമയത്ത് ഇന്നത്തെ MP ആയിട്ടുള്ള അടൂർ പ്രകാശ് അവിടെ ഉണ്ടല്ലോ, UDFന്റെ കൺവീനർ ആയിട്ടുള്ള അദ്ദേഹം അന്ന് MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അന്ന് ശബരിമല അടക്കം ഇരിക്കുന്ന സ്ഥലത്ത് MP-യും അവിടെ ഉണ്ടല്ലോ. അപ്പൊ 6 പേരുണ്ടെങ്കിൽ 4 പേരും ഇതുമായി ബന്ധപ്പെട്ട, പിന്നെ മറ്റൊരാളാണ് ഈ കാശ് മറ്റു സ്വർണം എടുത്തു എന്ന് പറയപ്പെടുന്ന ഗോവർദ്ധൻ. ആരാ ഗോവർദ്ധൻ? ബെല്ലാരിക്കാരൻ. ആരാ ബെല്ലാരിയിൽ MP ആയിരുന്നേ?
ഇതേ UPA അധ്യക്ഷ. ആ ഒരു കാലഘട്ടത്തിൽ ബെല്ലാരി MP ആയിരുന്നു. പിന്നീട് ബെല്ലാരി രാജിവെച്ച് 2 സ്ഥലത്ത് മത്സരിച്ച് റായ്ബറേലി തെരഞ്ഞെടുത്തു എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. അപ്പൊ ഇതുമായി കണക്ട് ചെയ്യപ്പെടുന്ന വ്യക്തികൾ ഒരു കുട്ടക്കീഴിൽ ഒരേ സമയത്ത് വരുന്നു എന്ന് പറയുന്നിടത്താണ് ചില സംശയങ്ങൾ നമുക്ക് വരുന്നത്. പിന്നെ ഈ അന്വേഷണത്തിൽ നിന്ന് വഴിതിരിഞ്ഞു പോകുവാനുള്ള ഒരു കാര്യം കൂടിയാകും ശ്രീ ഉല്ലാസ് ബാബു. കാരണം ഞാനൊരു കാര്യം 2019 കാലഘട്ടത്തിൽ അങ്ങനെ സ്വാധീനം ചെലുത്തുവാനുള്ള ഒന്നും കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ലെന്നേ ശബരിമലയിൽ. ഇത്രയുള്ള ആ സമയത്ത് സ്വാധീനം ചെലുത്തുവാൻ എന്തായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്ന സന്നിധാനത്ത്? മനസ്സിലായില്ല. 2019 ഈ സ്വർണ്ണക്കൊള്ള നടന്നത്. ആ സമയത്ത് ഈ രീതിയിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന എന്തായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത് എന്നാണ്. അന്ന് ഇടത് ഭരണം, ഇടത് ബോർഡ്, ഇതൊക്കെയായിരുന്നു അവിടെ. അല്ല, അന്നത്തെ പോറ്റി മാത്രം മതിയല്ലോ, പോറ്റിയുടെ ബന്ധം. അല്ല, മുൻപുള്ള ബന്ധം. ശിവകുമാർ ആരായിരുന്നു? അല്ല, അങ്ങനെയാണെങ്കിൽ UDF ഭരണകാലത്ത് നടന്നിട്ടുണ്ടെന്ന് പറയണം. 1.83 കോടി രൂപ അടിച്ചെടുത്തത് അങ്ങനെയാണെങ്കിൽ 2016 മുൻപ് അതിലെ കോടതി പോയിട്ടുമില്ല. ആ ചരിത്രം എടുക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത് ഇവരെന്താ പറയുന്നത്? രോഗശാന്തി നേരിട്ടു എന്നാ പറയണേ. BRM ഷഫീർ പറയണ കേട്ടു, ഇദ്ദേഹവും പറയണ കേട്ടു. രോഗശാന്തിക്ക് ചരട് കെട്ടാൻ പോയവനെ പോറ്റി അവിടെ പൂജാരിയാ, പോറ്റി ശ്രീലകത്ത് കയറി പൂജിക്കുന്ന ആളാണ്. അങ്ങനെ രോഗശാന്തിക്ക് ചരട് കെട്ടാൻ പോയിട്ടാണെങ്കിൽ ഉത്തിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ ഉണ്ടായിട്ടുണ്ടോ എന്ന് മാത്രമേ ഞങ്ങളുടെ അന്വേഷിക്കണം. അത്രേ ഉള്ളൂ. അല്ല, ഈ എൻ്റെ ഒരു ചോദ്യം, വളരെ വിനീതമായ ചോദ്യം, ഇനിയിപ്പോൾ സോണിയാഗാന്ധിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ചിത്രവുമായിട്ട് വന്നാൽ അവിടുന്ന് സ്വർണ്ണപ്പാളി പൊളിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റുമോ? നമ്മൾ ഈ പണ്ടൊക്കെ സിനിമ കൊട്ടകക്കാർ അവരുടെ പരസ്യം പതിക്കുന്ന വീട്ടുകാർക്ക് ഒരു പാസ് കൊടുക്കും. ആ പാസ്സുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ സിനിമാ തിയേറ്ററിൽ സിനിമ കാണാമെന്ന് പറഞ്ഞല്ലോ. അപ്പം സോണിയാഗാന്ധിയുമായിട്ട് ഒപ്പം നിൽക്കുന്ന ഒരു ചിത്രവുമായിട്ട് ശബരിമലയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ട് പോകാം, അല്ലെങ്കിൽ എന്താ പറയുക, കന്നിമൂൽ ഭാഗം പൊളിച്ചുകൊണ്ട് പോകാം എന്നെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് 2019 ഈ പറയുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഈ കാലത്ത് എന്തെങ്കിലും ഒരു സ്വാധീനം അവിടെ ഈ ദേവസ്വം ബോർഡിലോ അല്ലെങ്കിൽ ദേവസ്വം അധികാരികളോ ചെലുത്തി ഇതെടുക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട്? 2019 ശേഷമാണല്ലോ ഒഫൻസ് നടന്നിരിക്കുന്നത്. അതിനു മുമ്പ് 30 കൊല്ലത്തെ അന്വേഷണം വേണമെന്നല്ലേ സേനാപതി ബോർഡ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്? 30 കൊല്ലത്തെ അന്വേഷണം വേണം. 30 കൊല്ലം മുൻപുള്ള അന്വേഷണമാണെന്ന് ഞങ്ങളുടെ ആവശ്യം. അതിൽ കൃത്യമായിട്ട് 2019 മുമ്പും പെടും. ഉല്ലാസെ ഞങ്ങൾ ചോദിക്കുന്നത് 2019 ഈ ഒഫൻസ് നടന്നിരിക്കുന്നത്. പിന്നെ രണ്ടാമത് നടക്കാനുള്ള വേദി ഒരുങ്ങുന്നത് 2025 അനുമതി ഇല്ലാതെ കൊണ്ടുപോകുന്നത്. അപ്പൊ 2019 ശേഷം നടന്ന ഒരു കുറ്റകൃത്യത്തിന് 30 കൊല്ലത്തെ അന്വേഷണം എന്നുള്ളതിന്റെ യുക്തി എന്താണ്? അതാണ് നമുക്ക് മനസ്സിലാകാത്തത്. അപ്പൊ അന്ന് ആരൊക്കെ ഫോട്ടോ, അതിന്റെ മുൻപും ഒഫൻസുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് സംശയം. ഭക്തരെ സംബന്ധിച്ചിടത്തോളം 1,83,00,000 രൂപ ഇല്ലാത്ത പാത്രത്തിന് വാങ്ങിച്ചു എന്ന് എഴുതിയ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മന്ത്രിയായിരുന്ന ശിവകുമാറിന്റെ അനിയന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. അതെന്താ വിജിലൻസ് അന്വേഷണം എന്തായി? സേനാപതി, ഞാൻ അങ്ങ് കൃത്യമായി കാര്യങ്ങളെ നോക്കി കാണുന്ന ആളാണ്. അങ്ങ് വളരെ ജെന്റിലായിട്ട് വിഷയങ്ങളെ കാണുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, 19 മുമ്പും 30 കൊല്ലത്തോളമായി ശബരിമലയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും, തിരുവാഭരണ രജിസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ, A ബുക്കോ B ബുക്കോ C ബുക്കോ ഇതിനകത്തൊന്നും ഇല്ലാത്തൊരു കാര്യമായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇതിനകത്ത് പുസ്തകത്തിൽ ഇവർ എഴുതിയിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതിലുണ്ടായിരുന്നില്ല എന്ന് ഇവർ ആദ്യത്തെ തീരുമാനം നമുക്ക് പറയാൻ പറ്റുമോ? 2019 മുതൽ 18, 17, 16, 15, 14 ഒക്കെ ഈ പോറ്റി അവിടെ ഉണ്ട്. പോറ്റി ചില്ലറ കയറ്റല്ല അവിടെ കയറിയിരുന്നത്. അതൊക്കെ ഞങ്ങളുടെ ആവശ്യം അതാ. അല്ല, ഈ ഉല്ലാസ ഇപ്പൊ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം എന്ന് പറഞ്ഞാൽ സ്വർണം പോയതിനെ കുറിച്ചാണ്. പാത്രം മോഷിച്ചോ പാത്രം ഇല്ലാത്തോ. ഈ അടുത്ത കാലത്ത് മാതൃഭൂമി ദിനപത്രത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി ഒന്ന് പറഞ്ഞല്ലോ. ഈ അന്നദാനത്തിന് 1000 പേരുടെ കൂപ്പൺ, 1000 പേർക്കുള്ള ഭക്ഷണം ഒരുക്കിയതിന് ശേഷം 5000 കൂപ്പണാണ് ഇഷ്യൂ ചെയ്തതായിട്ട് സീലടിച്ചു വെക്കുന്നത്. 1000 പേർക്കേ ഭക്ഷണം കൊടുക്കുന്നുള്ളൂ, 5000 ഭക്ഷണത്തിന്റെ സാധനം വാങ്ങിയതായിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. ഏതാണ്ട് ഒരു തേനിന്റെ കണക്ക് 300 കിലോ തേൻ വേണ്ടിടത്ത് 800 900 കിലോ തേൻ മേടിച്ചതിന്റെയാണ് വൗച്ചർ ഉണ്ടാക്കിയത്. ഇത് കള്ളത്തരങ്ങൾ സ്ഥിരമായിട്ട് നടക്കുന്നുവെന്ന് ദേവസ്വത്തിന്റെ പല വിജിലൻസ് ഓഫീസർമാരും നമ്മളൊക്കെ പങ്കെടുക്കുന്ന ചർച്ചയിൽ നടക്കുന്നില്ല. അതവിടെ റൊട്ടീനായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ് അതിലൊരു ഭാഗമായിട്ട്. അത് അല്ലല്ലോ ഇവിടുത്തെ ഒരു പ്രശ്നം. ഇവിടെ അമ്പലം തന്നെ അടിയെ മോട്ടിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു സമരം. ബാക്കിയൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ബില്ലിൻ്റെ അകത്തെ തിരിമറി ഉണ്ടാകാം, ഇല്ലെങ്കിൽ ഈ കൊല്ലം മേടിച്ച പാത്രം കഴിഞ്ഞ കൊല്ലം കാണിച്ചിരിക്കാം, കഴിഞ്ഞ കൊല്ലത്തെ പാത്രത്തിന്റെ ബില്ല് തന്നെ ഈ കൊല്ലം, അതൊക്കെ നിരന്തരമായിട്ട് ഇതിൻ്റെ അകത്ത് നടന്നു വരുന്ന നിരവധിയായ തട്ടിപ്പുകളുടെ ഭാഗമായിട്ട്. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ അമ്പലത്തിന്റെ വാതിൽ പാളികൾ പൊളിച്ചുകൊണ്ട് പോകുന്നു, അതിൽ സ്വർണ്ണമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൊളിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു കുറ്റകൃത്യം ഈ ശബരിമല പോലെ അങ്ങ് തന്നെ സൂചിപ്പിച്ച ഇത്ര ഹൈലി സെൻസിറ്റീവായ ഇത്രയും സെക്യൂരിറ്റി ഉള്ള ഒരു ക്ഷേത്രത്തിനകത്ത് അത് തന്നെയാണോ? ഈ വഴിയൊക്കെ കടന്നു പോകാൻ തന്നെ എത്രയോ പരിശോധനകളാണ്.
അവിടെ നിന്ന് ശരി. ഈ സ്വർണ്ണപ്പാളികളൊക്കെ ശരി, ശരി. നിർബാധം ഇങ്ങനെ കടന്നുപോയി എന്ന് പറഞ്ഞാൽ അത് വെറുതെ അങ്ങനെ ഏതെങ്കിലും കായംകുളം കൊച്ചുണ്ണി മോട്ടിച്ചുകൊണ്ട് പോയതല്ല. അല്ല, ഇത് ശരി, വളരെ ശരി. കൃത്യമായി ഇതിന് ആ പങ്ക് ശരി, 19 മുമ്പ് പാത്രങ്ങൾ മാത്രമല്ല പോയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. കാരണം റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ള അല്ലെങ്കിൽ സ്റ്റോക്ക് രജിസ്റ്ററിലുള്ള സ്വർണം പോയത് 19 ശേഷമാണ്. ഇതിനു മുൻപ് പലപ്പോഴും സ്വർണ്ണങ്ങളും രത്നങ്ങളും നിരവധി ആഭരണങ്ങളും അവിടെ വന്നതൊന്നുമില്ല. അത് എവിടെ പോയി എന്നുള്ളത് അന്വേഷിച്ച് കഴിഞ്ഞാൽ 30 അല്ല, ഇനി അതിനേക്കാൾ മുമ്പ് കൂടുതൽ പോകണമെന്നുള്ളത് സംശയിക്കുന്നതാണ് ഭക്തന്മാർ. കാരണം ശബരിമലയിൽ ഓരോ ഭക്തനും കൊണ്ടുവന്ന ആയിരക്കണക്കിന് പവൻ്റെ സ്വർണ്ണങ്ങൾ അവിടെ പലപ്പോഴായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സ്വർണ്ണങ്ങളൊന്നും അവിടെ ഇല്ലല്ലോ. ഇപ്പോൾ അവിടുന്ന് ഭണ്ഡാരത്തിൽ വീഴുന്ന കാശ് മാത്രമാണ് നാഷണലൈസ്ഡ് ബാങ്ക് നോട്ട് മാത്രമാണ് എണ്ണി തിട്ടപ്പെടുത്തി കൊണ്ടുപോകുന്നത്. അതല്ലാതെ ഓരോരുത്തരും വലിച്ചു വാരി എറിയുന്ന മാല, 6 പിടി മാല, 8 പിടി മാല, മോതിരങ്ങൾ, രത്നങ്ങൾ പതിച്ച മോതിരങ്ങളൊക്കെ അങ്ങോട്ട് എറിയുന്നതൊന്നും എവിടെ പോകുന്നെന്ന് ആരും അറിയുന്നില്ല. അപ്പോൾ ഇത് 30 വർഷത്തെ അന്വേഷണവും പോരെന്നാണ് തോന്നുന്നത്. കാരണം ഇത് അവിടെ കിട്ടിയിരിക്കുന്ന സ്വർണ്ണത്തിൽ റെക്കോർഡഡ് ആയിട്ടുള്ള സ്വർണ്ണം ഇപ്പോൾ പോയത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയെങ്കിലും SIT പിടിക്കാൻ കഴിയുന്നത്. ബാക്കിയുള്ളതിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ആചാരലംഘനം തടയാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് തന്ത്രിക്കെതിരെയുള്ള കുറ്റം വന്നിരിക്കുന്നത് കേട്ടോ. തന്ത്രി 13ാം പ്രതിയാണ്. ആചാര ലംഘനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ ഈ മാനുവലിന്റെ കാര്യം പറഞ്ഞതാണ്. തന്ത്രി അവിടുത്തെ വാതിൽപ്പടി 18ാം പടിക്ക് താഴെ കൊണ്ടുപോകുമ്പോൾ ഇത് ഉദ്യോഗസ്ഥരെ അറിയിക്കണ്ടേ? ഉദ്യോഗസ്ഥരെ ഇത് ദേവസ്വം ബോർഡിനെ അറിയിക്കണ്ടേ? ദേവസ്വം ബോർഡ് ദേവസ്വം പ്രസിഡന്റിനെ അറിയിക്കണ്ടേ? ദേവസ്വം പ്രസിഡന്റ് ഇത്രയും വലിയ സാധനം ഇവിടുന്ന് പോയിരിക്കുന്നുവെന്ന് മന്ത്രിയെ അറിയിക്കണ്ടേ? മന്ത്രി അത് മന്ത്രിസഭയെ അറിയിക്കണ്ടേ? അപ്പൊ എവിടെയാണ് ഈ ചെയിൻ ചെയ്യാമോ? ഹസ്കർ കേൾക്കുന്നില്ല. ഹസ്കർ ഒരു സെക്കൻഡ്, ഞാൻ വിളിക്കാം. ഹസ്കർ, ആചാര്യനെതിരെ നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറസ്റ്റ് നോട്ടീസിലെ വിവരങ്ങളാണ് വരുന്നത്. കട്ടളപ്പാളി കൊണ്ടുപോകുമ്പോൾ മൗനം പാലിച്ചു എന്നുള്ളതാണ്. അങ്ങനെ മാത്രമല്ല മഞ്ജുഷ, അതിലധികവും നാം കേൾക്കാത്തതുമായ പല കാര്യങ്ങളും അന്വേഷണ സംഘത്തിന്റെ മുന്നിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ റിമാൻഡ് റിപ്പോർട്ട് വരുമ്പോൾ കൃത്യമായി എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിനെതിരെ വരുന്ന ആരോപണങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ വരുന്ന തെളിവുകൾ എന്നത് സംബന്ധിച്ച സൂചനകൾ നമുക്ക് ലഭിക്കും. ഇതിൽ അദ്ദേഹം ഈ പോറ്റിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, ദീർഘകാലത്തെ അദ്ദേഹത്തിന്റെ പരിചയവും സൗഹൃദവും ആണ് ഏറ്റവും പരമപ്രധാനമായിട്ട് വന്നത്. പോറ്റിയെ ഈ ശബരിമലയിൽ ഉപവിഷ്ടനാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് ഈ തന്ത്രിയാണ് എന്നുള്ളതിന്റെ ചില സൂചനകൾ തുടക്കം മുതലേ വന്നിരുന്നു. അപ്പോ അതിന് സഹായം നൽകി 2004 കാലഘട്ടം മുതൽ പോറ്റി ഈ ശബരിമലയിലെ സാന്നിധ്യമായിരുന്നു എന്നും അന്നു മുതലുള്ള വിവിധ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കണം എന്നുള്ളതുമാണ് ഇപ്പോ നമുക്ക് തോന്നുന്നത്. ഞാൻ വിചാരിക്കുന്നത് അത് അത്തരത്തിലേക്ക് SIT സവിസ്തരം അന്വേഷണം നടത്തുമെന്നുള്ളതാണ്. ഞാനൊരു ചെറിയ കളവ് പോലും അല്ലെങ്കിൽ അവിടെ ഒരു പഴയ പാത്രം പോലും ശബരിമലയിൽ നിന്ന് മാറ്റുന്നതോ അതിന്റെ കളവിനെ നിസാരവൽക്കരിക്കാൻ ശരിയാണ്. 2019 മുതൽ 25 വരെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണത്തിലുള്ളത്. പക്ഷേ അതിന് മുൻപുള്ള കാര്യങ്ങളും വൈകാതെ തന്നെ അന്വേഷണ പരിധിയിലേക്ക് വരേണ്ടി വരും. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിക്ക് പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നവർ 76%, പ്രേക്ഷകർ ഇല്ലാത്തവർ 18%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.